हरे कृष्णा सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय। ओम श्री मात्रे नमः। ഹര ഹര മഹാദേവ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ ദേവി മഹാത്മ്യത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ.
നമസ്തേ. അപ്പം നമ്മുടെ ദേവി മഹാത്മ്യം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെസ്റ്റ് ചെയ്യൂ ശിവ മാതാജി. ശിവജി, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ദേവി മഹാത്മ്യം കേൾക്കുക. ദേവിയുടെ മഹാത്മ്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഭഗവാന്റെ കാരുണ്യത്താലാണ് നമുക്ക് രണ്ട് കൂട്ടർക്കും, എടുക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, നമ്മൾ ഒരുപോലെയാണ്. നമ്മൾ രണ്ടുപേരും പഠിക്കുന്നത്. മാക്സിമം ദേവി മഹാത്മ്യം എല്ലാവരിലേക്കും എത്തിക്കാം. ദേവി മഹാത്മ്യം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും കുറച്ച് കഠിനമായ വാക്കുകളായിട്ടൊക്കെ തോന്നും. വായിക്കാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലാവുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ലളിത സഹസ്രനാമം എനിക്ക് തോന്നുന്നു എല്ലാവരും ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. പക്ഷേ ദേവി മഹാത്മ്യത്തിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആരും എത്തിയിട്ടില്ല. എന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വായിക്കാനുള്ള മടിയാണോ, അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ അർത്ഥങ്ങളുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ വായിക്കുമ്പോൾ കിട്ടാതെ വരുന്നതോ, അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ മറ്റെന്തെങ്കിലും പ്രശ്നമോ, അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങളാണ് ദേവി മഹാത്മ്യം എല്ലാവരും ഒന്ന് അകറ്റി വെക്കുന്നത്. അപ്പൊ അതൊന്ന് തിരുത്തപ്പെടണം. ദേവി മഹാത്മ്യത്തിന്റെ ആധികാരികമായിരിക്കുന്ന അനുഗ്രഹം എന്താണ്, ദേവി എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ദേവി മഹാത്മ്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ അതേക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ മഞ്ജരീസിലൂടെ ഭഗവാന്റെ കാരുണ്യമാണ് നമുക്ക് രണ്ടുപേർക്കും ഇത് പഠിക്കാൻ സാധിക്കുന്നത്. ഗുരുവായൂർ മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342494941 93 42 49 49 41. മഞ്ജരീസില് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആയിട്ട് സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഉറപ്പായിട്ടും ഒരുപാട് സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങളിലേക്ക് കിട്ടും. ഇപ്പോ കമന്റ്സിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഉള്ളവർക്കറിയാം നമ്മുടെ ഗ്രൂപ്പിലൂടെ ഏതെല്ലാം തരത്തിലുള്ള അറിവുകളാണ് അവരിലേക്ക് എത്തുന്നത് എന്നുള്ളത് അല്ലെ. പ്രീവിയസ് ആയിട്ടുള്ള ജീവിതത്തിൽ ഞാനും നിങ്ങളും ആധ്യാത്മികമായി എത്രത്തോളം മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളത് നമ്മൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടൊരു വാല്യൂ ചെയ്താൽ അറിയാൻ പറ്റും. ഇപ്പോ ഞാനും നിങ്ങളും എത്രത്തോളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആധ്യാത്മികതയിൽ എന്നുള്ളത് ഇപ്പോൾ നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും അറിയാൻ പറ്റും. കാരണം എടുക്കുന്ന ഞാൻ പെർഫെക്റ്റും കേൾക്കുന്ന നിങ്ങൾ അൺപെർഫെക്റ്റുമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണ്, നമ്മൾ രണ്ടുപേരും ഒരുപോലെയാണ്. ഇവിടെ ആരും വലുതുമല്ല ചെറുതുമല്ല. ഞാൻ എടുക്കുമ്പോൾ ഞാനും പഠിക്കുന്നുണ്ട്, കേൾക്കുമ്പോൾ നിങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരേപോലെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ആധ്യാത്മികതയിൽ ഒരുപാട് ഉയരാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പോ ആ ഒരു ഉയർച്ചയുടെ പാതയിലേക്ക് മഞ്ജരീസിൽ വന്നതിന് ശേഷം ഓരോരുത്തരിലും എത്രത്തോളം മാറ്റം ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളത് ഗ്രൂപ്പിലുള്ള ഓരോരുത്തർക്കും അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അംഗമായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കും. നമുക്ക് സനാതന ധർമ്മത്തെക്കുറിച്ചും വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും ഭാരതത്തിലെ ഓരോ ഗുരുക്കന്മാരുടെ ജീവിതത്തെക്കുറിച്ചും ഇനി നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഒന്ന് മനസ്സ് തളർന്നിരിക്കുമ്പം രാവിലെ ഓടിയെത്തുന്നു പ്രഭാത മഞ്ജരി. എന്താണ്? ഗെറ്റപ്പ്. ഇങ്ങനെ ഇരുന്നാ പറ്റില്ല. ഉണർന്ന് പ്രവർത്തിക്ക്. നിങ്ങളുടെ ചിരിച്ച മുഖം കാണാൻ ആരും ഉണ്ടാവില്ല. കരയുന്ന മുഖം കാണാനാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ ആ ഒരു കരയുന്ന മുഖം നമ്മൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ കാണിക്കേണ്ട. നമ്മള് ഉയർന്ന് മുന്നേറി വരണം എന്നുള്ള നിരവധി നല്ല കോട്സുകളുമായിട്ട് പ്രഭാതമഞ്ജരി മുതല് രാവിലെ കണ്ണ് തുറക്കുമ്പം നല്ല കീർത്തനങ്ങളോട് കൂടിയ ഗാനമഞ്ജരി മുതല് ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. കുട്ടികൾക്കായിട്ട് പ്രത്യേക ക്ലാസ്സുകൾ ഉണ്ട്. ശനിയാഴ്ചകളിലാണ് ഗുരുകുലം എന്ന് പറയുന്നത്. ഫ്രീ ആണ്. അപ്പം ഗുരുകുലത്തിലേക്ക് ആഡ് ആവാനുള്ള കുട്ടികൾക്ക് പ്രായമൊന്നുമില്ല, കുട്ടികൾക്ക് ആഡ് ആവാം. സനാതന ധർമ്മവും വ്യക്തിത്വ വികസനമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫ്രീ ആകുമ്പോഴെല്ലാം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. തികച്ചും ഫ്രീ ആണ്, ഫീസ് ഒന്നുമില്ല. അപ്പം മലയാളത്തിലാണ് ക്ലാസ്, അതുകൊണ്ട് അതും പ്രശ്നമില്ല. കുട്ടികൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ മഞ്ജരീസിന്റെ വാട്സപ്പ് നമ്പർ ആയിരിക്കുന്ന 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ മതി. നമ്മൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി. പിന്നെ എല്ലാവരും ദേവി മഹാത്മ്യത്തിന്റെ ശ്ലോകം പുസ്തകം വാങ്ങിച്ചു വെക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി മഹാത്മ്യം ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ മുൻപേ എല്ലാവരും കവചം ജപിച്ചിരിക്കണം. കാരണം ഞാൻ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ കൊണ്ട് ജപിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് സമയം പോകും, മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യുക, ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ കവചം ജപിക്കുക. ദിവസവും നിർബന്ധമായിട്ടും നിങ്ങൾ കവചം ജപിച്ചിരിക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. കവചത്തിന്റെ, അർഘളത്തിന്റെ, കീലകത്തിന്റെ ഒക്കെ പ്രാധാന്യത എന്താന്നുള്ളത് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു തന്നു.
കവചം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം ഒരു രക്ഷയാണ് അല്ലെ. ആ രക്ഷ നമ്മൾക്ക് വേണം. കാരണം ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കൊലപാതകവും ബലാത്സംഗവും പീഡനവും കുട്ടികളോടുള്ള അതിക്രൂരമായിരിക്കുന്ന രീതികളും എല്ലാം കണ്ട് 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 ഒരു സ്വാഭാവികമായിരിക്കുന്ന ഒരു വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം. അപ്പൊ അതൊക്കെ കാണുമ്പം മനുഷ്യവംശം എത്രത്തോളം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കലിയുഗത്തിലെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇനി ഒരു തലമുറ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആധ്യാത്മികതയിൽ നമ്മൾ ഉയരാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും പറയും കുറെ അമ്പലത്തിൽ പോയിട്ടും പ്രാർത്ഥന ചെയ്തിട്ടും ഈ പറയുന്ന ശ്ലോകങ്ങൾ വായിച്ചിട്ടൊക്കെ എന്താണ് കാര്യം? അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്നു അതാണ് മക്കൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആധ്യാത്മികതയിൽ ഉയരാൻ ശ്രമിക്കുന്നത് നല്ലൊരു നാളെയെ വാർത്തെടുക്കാനാണ്, നല്ലൊരു തലമുറയെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതിനു വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ നമ്മൾ ക്രിമിനൽസ് ആയിട്ട് വളർത്തുന്നില്ല. പക്ഷേ കുട്ടികൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തെറ്റായ പ്രവണതയിലേക്ക് പോകുമ്പോൾ അച്ഛന്റെ അമ്മയുടെയും ശക്തമായൊരു പ്രാർത്ഥന പിന്നിലുണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടികൾ വഴിതെറ്റി പോവില്ല. ഏതെങ്കിലും വഴിക്ക് ആ മക്കൾ തിരിച്ചു വരും. ബാക്കിയെല്ലാം കർമ്മമാണ്, കർമ്മഫലമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ നമ്മളെ കൊണ്ടാവുന്നത് ശ്രമിക്കുക, അത്രേ പറയൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ദേവി മഹാത്മ്യം പുസ്തകം വാങ്ങിയിട്ട്, എനിക്ക് ഒത്തിരി പേര് ഓർഡർ തന്നിട്ടുണ്ട്, തന്നവരുടെ ലിസ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അല്ലാത്തവരുടേത് ആർക്കെങ്കിലും ദേവി മഹാത്മ്യം എന്താ പറയാ, തീർച്ചയായിട്ടും സരള മാതാജി പ്രാർത്ഥിക്കുക, ദേവി മഹാത്മ്യം വായിക്കുക. വായിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ദേവി മഹാത്മ്യത്തില് കവചം നിർബന്ധമായിട്ടും ജപിക്കണം. ഓക്കെ. പിന്നെ നമ്മള് ഗുരുവായൂർ ഏകാദശി വൈകുണ്ഠ ഏകാദശിയോടൊക്കെ പ്രമാണിച്ചിട്ട് ഗീതാദാനം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഒരുപാട് പേര് ഗീത ചോദിച്ചു. അപ്പൊ എനിക്ക് ഇനി കുറച്ച് ഒരു 30 ഗീതയും കൂടെ എനിക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ആർക്കൊക്കെയാണ് ഗീതദാനം നൽകുന്നത് എന്നുള്ളത് ഞാൻ ഒന്ന് വായിക്കാം, ഗ്രൂപ്പിൽ ഇട്ട് തരാം, ഒപ്പം വായിച്ചും തരാം. അപ്പോൾ കുറെ പേര് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് ഗീത. അപ്പൊ ഡൊണേറ്റ് ചെയ്തവരിൽ നിന്ന് ആരൊക്കെയാണ്, വിജയ് പ്രഭു, ആരൊക്കെയാണ് അത് റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ വായിച്ചു തരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്ക് അവർ ആർക്ക് കൊടുക്കുന്നു അവരുടെ പേരും അവരുടെ കോണ്ടാക്ട് നമ്പറും നമ്മൾ തരും. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് നേരെ വിളിക്കുക, അവരെ വിളിച്ചിട്ട് പറയാ, മാതാജി നിങ്ങൾ മഞ്ജരീസിലൂടെ ഡൊണേറ്റ് ചെയ്ത ഗീത ഞാൻ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു നന്ദി അറിയിക്കണം. ദയവായി ഇത് ചെയ്യണം. ഓക്കെ. കൊടുക്കുന്ന ആൾക്ക് ഉറപ്പ് വരണം നിങ്ങൾ നൽകിയ ഡൊണേറ്റ് ചെയ്ത ഗീത ആ വ്യക്തി കിട്ടി, സ്വീകരിച്ചു എന്നുള്ളത്. സ്വീകരിച്ച വ്യക്തിക്ക് ഇന്ന ആളാണ് തന്നത് എന്നുള്ളൊരു കോണ്ടാക്റ്റും കൂടി ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് പേര് ഗീത ഡൊണേറ്റ് ചെയ്തപ്പം അവരുടെ പേര് ഇങ്ങനെ നമ്മൾ എഴുതൂലേ, ഒരു പേപ്പറിൽ എഴുതി നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുലുക്കി നോക്കില്ലേ, എന്താ പറയാ, ടോസ് ഇടാമോ എന്തോ പറയും, നമ്മൾ മറന്നുപോയി. അപ്പൊ റിസീവ് ചെയ്യുന്ന ആളുടെ പേരും കൂടി എഴുതിയിട്ട് ഭഗവാന്റെ സമക്ഷം കിച്ചൂട്ടൻ ആരുടെ ഗീത ആരിലേക്ക് എത്തിക്കുന്നു, അങ്ങനെയാണ് ഞാൻ കളക്ട് ചെയ്തെടുത്തത്. അപ്പൊ ഇവിടെ വായിക്കാം. പുഷ്പ മാതാജി, വയനാട്ടിൽ നിന്നൊരു പുഷ്പ മാതാജി കൊടുക്കുന്നത് ജിൻസി പാലക്കാട്, ജിൻസി മാതാജിക്കാണ്. പുഷ്പ മാതാജിക്ക് ഞാൻ ഓൾറെഡി ജിൻസി മാതാജിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജിൻസി മാതാജിക്ക് പുഷ്പ മാതാജിയുടെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ജിൻസി മാതാജിക്ക് പുഷ്പ മാതാജി നൽകുന്ന ഗീത കിട്ടിക്കഴിഞ്ഞാൽ ദയവായി പുഷ്പ മാതാജിയെ വിളിച്ച് നന്ദി അറിയിക്കുക. പുഷ്പി മാതാജി എന്ത് ചെയ്യുക, ജിൻസി മാതാജിയുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ താങ്ക് യു പുഷ്പ മാതാജി. ഇനി ഞാനാണ് കേട്ടോ, അമ്പിളി സോമൻ. ഞാൻ കൊടുക്കുന്നത്, എനിക്ക് കിട്ടിയത് ഉണ്ണിപ്പിള്ള പ്രഭുവിനെയാണ്. അദ്ദേഹം ഗുജറാത്തിലാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് നമ്മുടെ മഞ്ജരീസ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആയിട്ടുണ്ട്. മാതാജി വെൽക്കം ടു അവർ ഫാമിലി. ഓക്കെ. അപ്പം ഉണ്ണിപ്പിള്ള പ്രഭുവിന് ഞാൻ ഗീത കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി പ്രസന്ന മാതാജി കൊടുക്കുന്നത് റാം മോഹത് പ്രഭുവിനാണ്. അപ്പൊ പ്രസന്ന മാതാജിയുടെ കയ്യിൽ ഓൾറെഡി റാം മോഹത് പ്രഭുവിന്റെ നമ്പർ ഉണ്ട്. ഇനി ദീപ ടി പി പാലക്കാടുള്ള മാതാജിയാണ്. ദീപ മാതാജി കൊടുക്കുന്നത് മീര ബാലകൃഷ്ണൻ പാലക്കാട്. ദീപ മാതാജിക്ക് ഞാൻ മീര മാതാജിയുടെ നമ്പർ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രൂപ്പിലും കൂടി നിങ്ങളുടെ 2 കൂട്ടരുടെ നമ്പറും പോസ്റ്റ് ചെയ്യും കേട്ടോ. ഷൈനി സ്വാമിനാഥ് മാതാജി നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അതുപോലെ പ്രസന്നാമയും. ഷൈനി മാതാജി നൽകുന്നത് അശ്വതി മാതാജി, ആലപ്പുഴയിലുള്ള അശ്വിനി മാതാജി നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അതുപോലെ ഷൈനി മാതാജി എനിക്കും ഒരു ഗീത നൽകുന്നുണ്ട്. ജിനോ പ്രഭു നൽകുന്നത് രമണൻ പ്രഭുവിനാണ്, ആലപ്പുഴയിലുള്ള രമണൻ പ്രഭുവിന് ഞാൻ ജിനോ പ്രഭുവിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ആര്യ അനന്തകൃഷ്ണൻ എന്ന പേരില് ഒരു മാതാജി ഉണ്ട്. അവര് നിർമ്മല മാതാജിയാണെന്ന് തോന്നുന്നു, നിർമ്മല സജീവൻ. അവര് നൽകുന്നത് ബിന്ദു മാതാജിക്കാണ്.
ഇനി ശ്രീലത അനിൽ, ശ്രീലത മാതാജി നൽകുന്നത് ശാലിനി കൊല്ലം. ഇനി ജയശ്രീ മോഹൻ, ജയശ്രീ മാതാജി ഗീത നൽകുന്നത് പത്മകുമാരി മാതാജിക്കാണ്. അപ്പൊ പത്മകുമാരി മാതാജിക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ജയശ്രീ മാതാജിക്കും നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി സുലോചന മാതാജി, സുലോചന മാതാജി നൽകുന്നത് ജാനകി കൃഷ്ണൻ മാതാജിക്കാണ്. ഓക്കെ. ഇനി പ്രീത നെൽസൺ, പ്രീത മാതാജി അവരുടെ ഹസ്ബൻഡിന്റെ പേരിലാണ് കൊടുക്കുന്നത്, നളേശൻ. ആ മാതാജി നൽകുന്നത് തൃശ്ശൂരുള്ള ലതിക മാതാജിക്കാണ്. ഓക്കെ. ഇനി ഉഷാ സുരേഷ്, ഉഷാ സുരേഷ് മാതാജി നൽകുന്നത് രാധാകൃഷ്ണൻ പ്രഭുവിന് വേണ്ടിയിട്ടാണ് ഗീത നൽകുന്നത്. രണ്ടു കൂട്ടർക്ക് നമ്പർ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാം. ഇനി ഒരു ജയശ്രീ മോഹൻ ഉണ്ട്. ജയശ്രീ മോഹൻ മാതാജി നൽകുന്നത് സൗമ്യ എന്ന് പറയുന്ന ഒരു മാതാജിക്കാണ്. രണ്ടുപേർക്കും നമ്പർ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു 30 ഗീതയും കൂടെ ആരെങ്കിലും ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഗീത ആരിലേക്കാണ് എത്തുന്നത് എന്നുള്ളത് ഇതുപോലെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു തരാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഗീത കൃത്യമായിട്ട് അവരുടെ കൈകളിൽ എത്തും. ഏറ്റവും വലിയ സേവനമാണ് ഗീതാദാനം എന്നുള്ളത്. അപ്പൊ ആ ഗീതാദാനത്തിന്റെ ഭാഗമാവുക. ഭഗവാൻ ആഗ്രഹിച്ചതും പ്രചരണമാണ്. അപ്പൊ ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും വലിയൊരു കാര്യമാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഗീതാദാനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഗീതാദാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ മാസം എല്ലാവരും ഓരോ ഗീതയെങ്കിലും ദാനം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഗീത അവർക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ ദേവി മഹാത്മ്യത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവി മഹാത്മ്യത്തിന്റെ ശ്ലോക ബുക്ക് എല്ലാവരും വാങ്ങി വെക്കുക. പുസ്തകം കയ്യിലില്ലാത്തവര് 93 42 49 49 41 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ നമ്മൾ പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. പുസ്തകം എപ്പോഴും വീട്ടിൽ ഓരോ ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് പൂജാമുറിയിൽ അശുദ്ധി ഇല്ലാത്ത സ്ഥലത്ത് വെക്കണം. പൂജാമുറിയിൽ വെക്കുക, എവിടെയും മറ്റെവിടെയും കൊണ്ടുപോയി വെക്കരുത്. അശുദ്ധി ഇല്ലാതിരിക്കണം. പുസ്തകത്തിന് അശുദ്ധി സംഭവിക്കാൻ പാടില്ല. ദേവി മഹാത്മ്യത്തിന്റെ കവചം എപ്പോഴും ക്ലാസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പേ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ വീട്ടിലെപ്പോഴും ദേവി മഹാത്മ്യം വായിക്കാൻ ശ്രമിക്കുക. ക്ലിയർ? അപ്പൊ നമ്മള് കവചവും കീലകം അർഗളം എല്ലാം പഠിച്ചു അല്ലെ? ഇനി നമ്മൾ പ്രഥമ ചരിതത്തിലേക്കാണ് പോകുന്നത്. എന്താണ് പ്രഥമ ചരിതം? 1-ാമത്തെ അധ്യായം. പ്രഥമ 120 150 ആണ് മാതാജി ദേവി മഹാത്മ്യത്തിന്. അപ്പോൾ പ്രഥമ ചരിതത്തിലേക്കാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. അതിൻ്റെ ഇടയിൽ ആരും പേഴ്സണൽ മെസ്സേജുകൾ ഒന്നും കമന്റ്സ് ഒന്നും ഇടരുത്. അപ്പൊ എന്റെ ശ്രദ്ധ തെറ്റിപ്പോ. പ്രഥമ ചരിതത്തില് പ്രഥമ ചരിതസ്യ ബ്രഹ്മ ഋഷി മഹാകാളി ദേവത ഗായത്രി ഛന്ദഃ നന്ദാ ശക്തി രക്തദന്തികാ ബീജം അഗ്നിതത്വം ഋഗ്വേദസ്വരൂപം ശ്രീ മഹാകാളി പ്രീത്യർത്ഥം ധർമാർത്ഥം ജപേ വിനിയോഗഹേ. ഇതാണ് പറയുന്നത്. ദേവി മഹാത്മ്യം ഒരിക്കലും നമ്മൾ ഈണത്തിൽ ചൊല്ലാൻ പാടില്ല. ക്ലിയർ? ദേവി മഹാത്മ്യം ലളിത സഹസ്രനാമം ഒന്നും നമ്മൾ ഈണത്തിൽ ചൊല്ലാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ധ്യാനമാണ് അടുത്തത്. ധ്യാനം കേൾക്കുക. ഗഡ്ഗം ചക്രഗതേഷു ചാപ പരിഘാൻ ശൂലം ഭൂഷുണ്ഠീം ശിരഹ. ഹരേ കൃഷ്ണാച്ച. ശംഖം സന്തദതീം കരൈസ്ത്രിന നയന സർവാംഗഭൂഷാവൃതാം നീലാശ് മദ്യുതീ മാസ്യാ പാധാദശകാം സേവേ മഹാകാളികാം യാമസ്തദൗ സ്വഭിതേ ഹരൗ കമലജോ ഹന്തും മധും കൈഡഭം. അപ്പോ ഗീതാദാനം ചെയ്യാൻ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി മാതാജി, നമ്മൾ അയച്ചു കൊടുക്കും. ആർക്കാ കൊടുക്കണമെന്നും പറയൂ കേട്ടോ. ഈ 4 വരികളുടെ അർത്ഥം ശ്രദ്ധിച്ചു കേൾക്കണം. ഗഡ്ഗം ചക്രഗതേഷു ചാപപരിഘാൻ ശൂലം ഭൂഷുണ്ഠീം ശിരഹ. അതായത് 10 കൈകളായിട്ട്, ദേവിയുടെ 10 കൈകളിലായിട്ട് വാള്, ചക്രം, ഗദ, അമ്പ്, വില്ല്, പരിഘ, ശൂലം, ഭൂഷുണ്ഡി, പിന്നെയോ ഛേദിക്കപ്പെട്ട തല, അസുരന്റെ ഛേദിക്കപ്പെട്ട തല, ശംഖ്, ഇതെല്ലാം ദേവിയുടെ 10 കൈകളിലായിട്ടുണ്ട്. ഇത്രയും ആയുധങ്ങളോടുകൂടി, ഈ അസുരന്റെ ഛേദിക്കപ്പെട്ട തലയോടുകൂടി ഇതെല്ലാം ധരിച്ചു നിൽക്കുന്നവളും 3 കണ്ണുകളുള്ളവളും എല്ലാ അംഗങ്ങളിലും, അതായത് ദേവിയുടെ എല്ലാ ശരീരഭാഗങ്ങളിലും ആഭരണങ്ങൾ ധരിച്ചവളും ഇന്ദ്രനീലക്കല്ലിന്റെ കാന്തിയോട് കൂടിയവളും. ദേവിയുടെ കാന്തി എന്ന് പറയുന്നത് ഇന്ദ്രനീലക്കല്ലിന്റെയാണ്. അതൊരു എന്താ പറയാ, നമ്മളൊരു ചെറിയൊരു ഉദാഹരണം മാത്രം. അതിനു മുകളിലാണ് അമ്മയുടെ സൗന്ദര്യം. മനസ്സിലായില്ലേ? നമ്മൾക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അമ്മയെ വർണ്ണിക്കുന്നത്. പക്ഷേ ഈ വർണ്ണനയ്ക്കും മുകളിലാണ് അമ്മയുടെ സൗന്ദര്യം എന്ന് മനസ്സിലാക്കണം. ഇത്രയും കാന്തിയോട് കൂടിയവളും 10 തലയും 10 കാലുമുള്ള
വിഷ്ണു ഉറങ്ങിക്കിടക്കുമ്പോൾ ഇത്രയും 10 തലയും 10 കാലും ഇത്രയും ആഭരണങ്ങളും ഇത്രയും ആയുധങ്ങളോട് കൂടിയ ഇത്രയും കാന്തിയുള്ള വിഷ്ണു ഭഗവാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മധുഖൈഡബൻ എന്ന് പറയുന്ന അസുരന്മാരെ കൊല്ലുവാനായി ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ട മഹാകാളിയെ മഹാദേവൻ നമ്മുടെ വിഷ്ണു ഭഗവാൻ കിടന്നുറങ്ങുമ്പോൾ മധുകൈഡബന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ആര് സ്തുതിച്ചു ദേവിയെ? ബ്രഹ്മദേവൻ സ്തുതിച്ചു. അങ്ങനെയുള്ള മഹാകാളിയെ നമ്മൾ എന്തു ചെയ്യുന്നു? വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള മഹാകാളിയെ നമ്മൾ വന്ദിക്കുന്നു. അതാണ് ഗഡ്ഗം ചക്രഗദേഷു ചാപ പരിഗാൻ ശൂലം ഭൂഷുണ്ടീം ശിരഹ ശംഖം സന്തതീം കരൈസ്ത്രിനയനാം സർവാംഗഭൂഷാവൃതാം സർവാംഗങ്ങളിലും എല്ലാ അംഗങ്ങളിലും അമ്മ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. നീലാഷ് മദ്യുതി മാസ്യ പാദദശകാം സേവേ മഹാകാളികാം യാമസ്തൗ സ്വഭിതേ ഹരൗ കമലോജേ ഹന്തും മധും കൈഡബം എന്നാ പറയുന്നത്. സൂപ്പർ ലാലി മാതാജി. എല്ലാവരും ഓരോ ഗീതദാനം ചെയ്യും. ഇനി ഓം നമചണ്ഡികായേ. ഇപ്പൊ ആ 4 വരിയുടെ അർത്ഥം മനസ്സിലായില്ലേ? തുടങ്ങാൻ പോകുന്നു. ഓം ഐം മാർക്കണ്ഡേയ ഉവാച. മാർക്കണ്ഡേയൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? സാവർണി സൂര്യതനയോ യോ മനുഹ കദ്യദേഷ്ടമഃ നിശാമയ ത്വത്പത്തി വിസ്താരദ്ഗതോ മമ. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 8ാമത്തെ മനു സാവർണി സൂര്യതനയോ മനുക്കദ്യദേഷ്ടമ. അഷ്ടമം എന്ന് പറഞ്ഞാൽ 8. 8ാമത്തെ മനു എന്ന് അറിയപ്പെടുന്ന സൂര്യന്റെ മകനായിരിക്കുന്ന സാവർണിയുടെ ജനനത്തെ ഉത്പത്തിയെ കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞു തരാമെന്ന് പറയാണ്. മനസ്സിലായില്ലേ? 8ാമത്തെ മനുവായിരിക്കുന്ന സൂര്യന്റെ മകനായ സാവർണിയുടെ ഉത്പത്തിയെ കുറിച്ചാണ് ഇവിടെ ബ്രഹ്മദേവൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ എന്താ ഇനിയിപ്പം സാവർണിയുടെ ഉത്പത്തിയെ കുറിച്ച് കേട്ടോളൂ. മഹാമായാനുഭാവേന. നിങ്ങളെ കയ്യിൽ ദേവി മഹാത്മ്യം ഉണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ വെച്ചാൽ നമുക്കിത് ഇങ്ങനെ ഇതുപോലെയുള്ള വാക്കുകളിലൂടെ വായിച്ചു പോകുമ്പോൾ എളുപ്പമുണ്ട് പഠിക്കാൻ. മഹാമായാനുഭാവേന യഥാ മന്വന്തരാധിപ സ ബഹുവ മഹാഭാഗ സാവർണിസ്തനയോരവേ എന്ന് വെച്ചാല് മഹാഭാഗനും സൂര്യന്റെ മകനുമായിരിക്കുന്ന ഈ സാവർണി എന്ന് പറയുന്നത് സൂര്യന്റെ മകനുമാണ്. 8ാമത്തെ മനുവാണ്. മഹാമായയുടെ അനുഗ്രഹം കൊണ്ട് എങ്ങനെ മന്വന്തരാധിപനായി, എങ്ങനെയാണ് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ സാവർണി സൂര്യന്റെ മകനായിട്ട് ഒരു മനുവായിട്ട് അവതരിച്ചത്? അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. സാരോജേഷു ന്ദരേ പൂർവം ചൈത്രവംശ സമുദ്ഭവ സുരതോ നാമരാജാ ഭൂത് സമസ്തേ ക്ഷിതിമണ്ഡലേ എന്ന് വെച്ചാല് അഗ്നിയുടെ മകനായിരിക്കുന്ന, അഗ്നിപുത്രനായിരിക്കുന്ന, നമ്മൾ സ്പീഡിൽ പോവില്ല, പതുക്കെ പോവൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. അഗ്നിയുടെ മകനായിരിക്കുന്ന സ്വരാജിഷൻ മനുവായിരിക്കുന്ന കാലത്ത് ചൈത്രവംശത്തിൽ ജനിച്ച സുരഥൻ എന്നു പേരുള്ള ഒരു രാജാവ് സകല ഭൂമണ്ഡലങ്ങൾക്കും അധികാരിയായി തീർന്നു. ഓക്കെ, അഗ്നിയുടെ മകനായിരിക്കുന്ന സ്വരാജിഷൻ മനുവായിരിക്കുന്ന കാലത്ത് ചൈത്രവംശത്തിൽ പിറന്ന സുരഥൻ എന്നുള്ള പേരുള്ള ഒരു രാജാവ് എല്ലാ ഭൂമണ്ഡലങ്ങൾക്കും അധിപനായി മാറി. അങ്ങനെ ഇരിക്കെ തസ്യ പാലയഥാ സമ്യക് പ്രജ പുത്രാനി വൗരസാൻ ബഭൂവു ശത്രോവോ ഭൂഭാ കോലാ വിദ്വംസിനസ്തഥാ. പ്രജകളെ സ്വന്തം പുത്രന്മാരെ പോലെ, പ്രജകളെ സ്വന്തം മക്കളെ പോലെ പരിപാലിച്ചു വന്ന അദ്ദേഹത്തിന് കോലനെ ഇല്ലായ്മ ചെയ്ത രാജാക്കന്മാർ ശത്രുക്കളായി ഭവിച്ചു. അതായത് പ്രജകളെ എല്ലാം ഈ രാജാവ് എങ്ങനെയാ കണ്ടിരുന്നത്? മക്കളെ പോലെ. സാരല്ലേ മതി. പക്ഷെ അദ്ദേഹത്തിന്
കോലനെ ഇല്ലായ്മ ചെയ്ത രാജാക്കന്മാരെല്ലാം ശത്രുക്കളായിട്ട് കണ്ട്. കുറച്ച് രാജാക്കന്മാരെല്ലാം ഇദ്ദേഹത്തിന് ശത്രുക്കളായിട്ടാണ് കാണുന്നത്. തസ്യ തൈരഭവത്യുന്തമധീ പ്രബലദണ്ഡിന നൈനരഭി സ തൈർയുദ്ധേ കോലാ വിധ്വംസിബിർജിത എന്ന് വെച്ചാല് രാജാവും അവരും തമ്മില് ഭയങ്കരമായ യുദ്ധം ഉണ്ടായി. എന്നിട്ടോ അവരുടെ ബലം ഒക്കെ കുറച്ച് കുറവായിരുന്നു. എങ്കിലും രാജാവ് ആ യുദ്ധത്തിൽ തോറ്റുപോയി. ഈ രാജാവ് എല്ലാ ഭൂമണ്ഡലങ്ങൾക്കും അധിപനാണെങ്കിലും ഓപ്പോസിറ്റ് ഇദ്ദേഹത്തിനോട് യുദ്ധം ചെയ്യാൻ വന്ന രാജാക്കന്മാർക്കോ ആൾക്കാർക്കോ ഒക്കെ ശക്തി കുറവാണെങ്കിൽ കൂടിയും ഈ രാജാവ് അവരോട് തോറ്റുപോയി. എന്താ കാര്യം? എന്തോ നല്ലത് നടക്കാനുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോവരുത്. എന്തോ അതിനേക്കാൾ മുകളിൽ നടക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ ശക്തിയുള്ള എല്ലാ ഭൂമണ്ഡലങ്ങൾക്കും അധിപതിയായിരിക്കുന്ന രാജാവ് മറ്റുള്ള രാജാക്കന്മാരോട് യുദ്ധം ചെയ്തെങ്കിൽ കൂടിയും അദ്ദേഹം തോറ്റുപോയി. തദഹ സ്വപുരമായതോ നിജ ദേശാതിപോ ഭവത് ആക്രാന്താസ മഹാഭാഗസ്തദൈതദാ പ്രബലഭാരിതി എന്ന് വെച്ചാല് പ്രബലരായിരിക്കുന്ന ആ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട ആ രാജാവ്, നല്ല പ്രഗൽഭമായിരിക്കുന്ന ആ ശത്രുക്കളെ കൊണ്ട് ആക്രമിക്കപ്പെട്ട ഈ രാജാവ് സ്വന്തം വീട്ടിൽ വന്നിട്ട്, അതായത് കൊട്ടാരത്തിൽ വന്നിട്ട് ഈ രാജ്യമെല്ലാം മറ്റാൾക്കാർ കൊണ്ടുപോയി. ഇദ്ദേഹം നേടിയെടുത്ത രാജ്യമെല്ലാം ബാക്കി ആൾക്കാർ കൊണ്ടുപോയി. അങ്ങനെ ഇദ്ദേഹം യുദ്ധമൊക്കെ കഴിഞ്ഞ് സ്വന്തം കൊട്ടാരത്തിൽ വന്നിട്ട് ആ ദേശത്തിന്റെ മാത്രം അധിപതിയായി നിൽക്കുകയാണ്. എല്ലാ ഭൂമണ്ഡലങ്ങളും ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു, അതെല്ലാം പോയി. മനസ്സിലായില്ലേ? സുരഥൻ എന്ന് പറയുന്ന രാജാവിന്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം പോയി. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യന്റെ ഗ്രാഫാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിച്ചിട്ട് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയ നിരവധി ആളുകളുണ്ട്. അതിൽ നിന്ന് അവർ ഉയർന്നു വന്നിട്ടുണ്ട്, ഫീനിക്സ് പക്ഷിയെ പോലെ. ഇത് നാളെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കും. എല്ലാ ദാരിദ്ര്യത്തിൽ നിന്നും ദേവി നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. മനസ്സിലായില്ലേ? ഇവിടെ സംഭവിക്കുന്നത് സുരഥൻ എന്ന് പറയുന്ന രാജാവിന് അത് തന്നെയാണ്. രാജാവ് അത്രയും ഭൂമണ്ഡലങ്ങൾക്ക് അധിപതിയായി ഇരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം രാജ്യം മാത്രമായി ആ രാജ്യത്തിന്റെ അധിപതിയായിട്ട് മാത്രം ഇരിക്കേണ്ടി വന്ന ഒരവസ്ഥ വന്നു. അമാധ്യേർ ബലിദുഷ്ടൈർ ബലസ്യ ദുരാത്മഭി കോശോ ബലം ചാപഹൃതം തത്രാവിസ്വപുരേ സദാ. അവിടെ രാജാവ് ദുർബലനായതുകൊണ്ട്, ശക്തിയില്ലാത്തത് കൊണ്ട് ബലവാന്മാരും ദുഷ്ടന്മാരുമായിരിക്കുന്ന മന്ത്രിമാര് രാജാവിന്റെ ഭണ്ഡാരവും സൈന്യവും എല്ലാം കൊണ്ടുപോയി. അങ്ങനെ ഇദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാ രാജ്യവും നഷ്ടപ്പെട്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ മാത്രം ഈ കൊട്ടാരത്തിൽ വന്നപ്പോ രാജാവിന്റെ ശക്തി മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള അദ്ദേഹം തളർന്നുപോയി. കാരണം എന്താ? സകല ഭൂമണ്ഡലങ്ങൾക്കും അധിപതിയായിരിക്കുന്ന രാജാവിൽ നിന്ന് എല്ലാം ശത്രുക്കൾ കൊണ്ടുപോയിട്ട് ഒന്നുമില്ലാതെ തിരിച്ച് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക്, അരമനയിലേക്ക് വന്നപ്പോ എന്ത് സംഭവിച്ചു? അവിടെ കൂടെ നിന്നിരിക്കുന്ന മന്ത്രിമാരും ആൾക്കാരും സൈന്യവും എന്ത് ചെയ്തു? എല്ലാം നഷ്ടപ്പെട്ട് തോറ്റു വന്നിരിക്കല്ലേ, ഇയാൾക്ക് ഇത്രേ ശക്തിയുള്ളൂ എന്ന മനോഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഭണ്ഡാരവും എല്ലാം, സൈന്യങ്ങളെ എല്ലാം മറ്റുള്ളവർ, അവിടെയുള്ള മന്ത്രിമാരൊക്കെ അപഹരിച്ച് കട്ടുകൊണ്ടുപോയി. അതായത് കൂടെ നിൽക്കുന്നവർ തന്നെ പണി തന്നു എന്ന് സാരം. മനസ്സിലായില്ലേ? ഇത്രയും മനസ്സിലായോ? അങ്ങനെ എന്താണ്ടായേ? തഥോ മൃഗയാ വ്യാജേന ഹൃതസ്വാമ്യാ സ ഭൂപതി ഏകാഗി ഹയമാരുഹ്യ ജഗാമ ഗഹനം വനം എന്ന് വെച്ചാല് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട രാജാവ് തനിയെ ഒരു കുതിരപ്പുറത്ത് കയറിയിട്ട് നായാട്ടിനാണെന്നും പറഞ്ഞുകൊണ്ട് വ്യാജേന കളവ് പറഞ്ഞു, ഞാൻ നായാട്ടിന് പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട രാജാവ് എന്ത് ചെയ്തു? ഒരു കുതിരയുടെ പുറത്ത് കയറിയിട്ട് കൊടും കാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ട മനസ്സിന്റെ വേദന താങ്ങാൻ പറ്റിയില്ല. സുരഥ രാജാവ് എന്ത് ചെയ്തു? ഒരു കുതിരയെ എടുത്തിട്ട് ഞാൻ നായാട്ടിന് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ കാട്ടിലേക്ക് പോയി, കൊടും കാട്ടിലേക്ക് പോയി അദ്ദേഹം. സത്തത്രാശ്രമ മദ്രാക്ഷിതി ദ്വിജവര്യ സുമേതസ പ്രശാന്ത ശ്വാപദാകീർണം മുനി ശിഷ്യോപശോഭിതം എന്ന് വെച്ചാല് അനേകം മുനി ശിഷ്യന്മാരുള്ളതും കാട്ടുമൃഗങ്ങളെല്ലാം നല്ല സ്നേഹത്തോടുകൂടി കഴിയുന്നതുമായ ഒരുപാട് മുനി ശിഷ്യന്മാർ, അതായത് ഒരു സന്യാസിയുടെ കുറെ ശിഷ്യന്മാരുള്ളതും ആ കാട്ടിലെ കുറെ കാട്ടുമൃഗങ്ങളുണ്ട്, അവരെല്ലാം ഒരേ മനസ്സോടുകൂടി കഴിയുന്നതുമായ
സുമേധസ് എന്ന് പറയുന്ന ഒരു ഋഷിവര്യൻ, സുമേധസ് എന്ന് പറയുന്ന ഒരു ഋഷിവര്യന്റെ ആശ്രമം ആ രാജാവ് കാട്ടിൽ കണ്ടു. എവിടെയോ നോക്കിയിരിക്കുന്നു. അത് ചിലപ്പോ ഒക്കെ നേരെ നോക്കും, ചിലപ്പോ ഇങ്ങനെ നോക്കും, ചിലപ്പോ ഇങ്ങനെ നോക്കും. അങ്ങനെ എന്തായി, നമ്മുടെ ഋഷിവര്യൻ ഉണ്ടായിരുന്നു, സുമേധസ് എന്ന് പറയുന്ന ഒരു ഋഷിവര്യൻ. ആ ഋഷിവര്യന്റെ ആശ്രമമാണ് ഈ രാജാവ് ആ കാട്ടിൽ കാണുന്നത്. അങ്ങനെ ഇരിക്കെ തതസ്തൗ കംചിത് സകാലം ച മുനിനാ തേന സത്കൃത ഇതച്ഛേദശ്ച വിരംസ്തസ്മിൻ മുനിവരാശ്രമേ. എന്ന് വെച്ചാല് സുമേധസ് എന്ന മഹർഷിയാൽ വേണ്ട രീതിയിൽ, സുമേധസ് എന്ന് പറയുന്ന മഹർഷി ഈ രാജാവിനെ, സുരതൻ എന്ന് പറയുന്ന രാജാവിനെ സ്വീകരിച്ചിട്ട് എന്താണ്ടായത്, ഈ രാജാവ് ഒരുപാട് കാലം ഈ പറയുന്ന സുമേധസ് എന്ന് പറയുന്ന നമ്മുടെ മുനിവര്യന്റെ ആശ്രമത്തിൽ താമസിച്ചു. അദ്ദേഹം നന്നായി സ്വീകരിച്ചു അതിഥിയെ, അല്ലെ? എന്നിട്ട് കുറെ നാൾ ഈ ഋഷിവര്യന്റെ ആശ്രമത്തിൽ താമസിച്ചു. സ്വചിന്തയത്തദാ തത്ര മമത്വാകൃഷ്ടമാനസ. അപ്പോ മമതയാൽ ആകർഷിക്കപ്പെട്ട മനസ്സോടെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മമതയുണ്ട്, ഒരു ആഗ്രഹം. അങ്ങനെ മമത കൊണ്ടുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ഒരു കാര്യം ചിന്തിച്ചു. ഈ രാജാവ് എന്താ ചിന്തിച്ചത്? ഈ പറയുന്ന സുമേധസ് എന്ന് പറയുന്ന ഋഷിവര്യന്റെ ആശ്രമത്തിൽ താമസിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്തിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത്? മത്പൂർവൈ പാലിതം പൂർവം മയാഹീനം പുരം ഹിത്തത് മത് വൃത്യൈ സ്തരൈ സത് വൃത്യൈ ധർമ്മദ പാല്യതേന വാ. എന്ന് വെച്ചാല് എന്റെ പൂർവീകന്മാരാൽ, അതായത് ഈ രാജാവിന്റെ പൂർവീകന്മാരാൽ മുമ്പ് പരിപാലിക്കപ്പെട്ടിരുന്ന രാജ്യം, ഈ രാജാവിന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, അങ്ങനെയുള്ളവരാണല്ലോ ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന ആ രാജ്യം ഇന്ന് ഈ രാജാവിന്റെ കയ്യിലില്ല. മനസ്സിലായി? ഇപ്പൊ നമ്മുടെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ താമസിച്ച് നമ്മുടെ തറവാട് വീട് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മളുടെ തലമുറ ജീവിച്ചിരുന്ന ആ വീട് ഇന്ന് നമ്മുടെ കയ്യിൽ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ. ഈ രാജാവിന്റെ തലമുറകൾ ഭരിച്ചിരുന്ന ആ രാജ്യം ഇന്ന് ആ രാജാവിന്റെ കയ്യിലില്ല. ദുർവൃത്തരായിരിക്കുന്ന എന്റെ ഭൃത്യന്മാരാൽ, അതായത് മോശം സ്വഭാവമുള്ള ഈ ഭൃത്യന്മാരെ കൊണ്ട് എന്റെ രാജ്യം ധർമ്മമനുസരിച്ച് പാലിക്കപ്പെടുന്നുണ്ടോ ആവോ? ഈ രാജാവ് ചിന്തിക്കുകയാണ്. ഇന്ന് രാജാവ് അവിടെ ഇല്ല. അപ്പൊ അവിടെയുള്ള ഈ ഭൃത്യന്മാര് ഇന്ന് അത് ധർമ്മത്തോടെയാണോ ആ രാജ്യം നോക്കുന്നത്? ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ചിന്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ന ജാനേ സ പ്രധാനോ മേ ശൂരഹസ്തി സദാ മദഃ മമ വൈരീ വശം യാദഖാൻ ഭോഗാനുപലസ്യസ്തേ. എന്റെ ഏറ്റവും ശൂരനും എപ്പോഴും മതമുള്ളവനുമായിരിക്കുന്ന ആ ആന, അദ്ദേഹത്തിന് ഒരു ആന ഉണ്ടായിരുന്നു. ആ ആന ഇപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ പെട്ടിട്ട് എന്ത് ഭോഗങ്ങൾ അനുഭവിക്കുന്നു എന്ന് അറിയുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇനിയും വേദനകളായി. എന്താണ്? ഇദ്ദേഹത്തിന്റെ ഒരു നല്ല ശൂര്യമുള്ള ഒരു ആന ഉണ്ടായിരുന്നു. ആ ആന എപ്പോഴും മതമുള്ള ഒരു ആന ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. ഈ ആന ശത്രുക്കളുടെ കയ്യിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എന്താ ആ ആനയ്ക്ക് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതും ഇദ്ദേഹത്തിന് അറിഞ്ഞൂടാ. ഒരുപാട് ചിന്തകളാണ് ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ. ഏ മാമാനുഗത നിത്യം പ്രസാദധന ഭോജനേ അനുവൃത്തിം ധ്രുവം തേദ്യ കുർവന്ത്യന്യ മഹീഭുജാം. പദവിക്കും പണത്തിനും അഹങ്കാരത്തിനും വേണ്ടി, പദവിക്കും പണത്തിനും ആഹാരത്തിനും വേണ്ടി എന്റെ ഒപ്പം നിന്ന എന്റെ അഹങ്കാരമുള്ള സേവകർ എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. പണമുണ്ട്, പദവിയുണ്ട്, ആഹാരത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ പറയുന്ന സേവകരെല്ലാം ഈ രാജാവിന്റെ കൂടെ നിന്നത്. ഇത്രയും അഹങ്കാരികളായിരിക്കുന്ന ഈ സേവകര് ഇന്ന് എവിടെയുണ്ട്? അദ്ദേഹത്തിന്റെ കുറെ ഭണ്ണാരൊക്കെ മോഷ്ടിച്ച് ഈ മന്ത്രിമാര് പോയി. ഇനി അവരുടെ കൂടെ ഈ അഹങ്കാരമുള്ള മന്ത്രിമാരുടെ കൂടെ ഒക്കെ പോയോ? അതോ ഈ സേവകരിനി വല്ല ഈ രാജ്യമൊക്കെ പിടിച്ചു പഴച്ചെടുത്ത ഈ മറ്റ് രാജാക്കന്മാരുടെ സേവകരായി ജീവിക്കുകയാണോ? ഒന്നും അറിയുന്നില്ല അദ്ദേഹത്തിന്. സേവകരെ കുറിച്ച് ചിന്തിക്കുന്നു, പൂർവികർ ഭരിച്ച രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു, അദ്ദേഹത്തിന്റെ ആനയെ കുറിച്ച് ചിന്തിക്കുന്നു. അസമ്യക് വ്യയശീലസ്തേ കുർവദ്ഭിവി സതതം വ്യയം സഞ്ചിതസോ തി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി. എന്ന് വെച്ചാല് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ശേഖരിച്ച ആ ഭണ്ഡാരം ധൂർത്തന്മാരായിരിക്കുന്ന ആളുകള് അതെല്ലാം നശിപ്പിക്കും. ഈ രാജാവ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഭണ്ഡാരം ശേഖരിച്ചു വെച്ചത്, അല്ലെ? രാജ്യത്തിന്റെ പുരോഗതിക്കായിട്ട് ഒരു പ്രയാസം വരുമ്പോൾ ഉപയോഗിക്കാൻ. അതെല്ലാം ധൂർത്തന്മാരായിരിക്കുന്ന അവിടെയുള്ളവര് അതൊക്കെ നശിപ്പിക്കും.
ഏതച്ചാനിച്ച സതതം ചിന്തയാമാസ പാർത്ഥിവഃ തത്ര വിപ്രാശ്രമാഭ്യാസേ വൈശ്യമേകം ദദർശസഃ. ആ രാജാവ് എപ്പോഴും ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ കൊട്ടാരത്തിലെയും രാജ്യത്തിലെയും കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച്. അപ്പോ ബ്രാഹ്മണന്റെ ആ ബ്രാഹ്മണ ആശ്രമ പരിസരത്തേക്ക് നമ്മുടെ ഒരു എന്താ പറയുന്നത്, സുമേധസ് എന്ന് പറയുന്ന ഋഷിവര്യന്റെ ആശ്രമത്തിലാണല്ലോ ഇദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ ആ പരിസരത്തേക്ക് ഒരു വൈശ്യൻ നടന്നു വന്നു. ഒരു വൈശ്യനെ കണ്ടു രാജാവ്. ഇങ്ങനെ ഇത് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വൈശ്യൻ വന്നു. സപൃഷ്ടസ്തേന കസ്ത്വം ഭോ ഹേതുച്ചാഗമനേത്ര ഗാഹ സശോക ഇവ കസ്മാത്വം ദുർമനാ ഇവ ലക്ഷ്യസേ. നിങ്ങൾ ആരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങൾ എന്തുകൊണ്ട് വളരെയധികം ദുഃഖിച്ചു കാണുന്നു? നിങ്ങളെ എന്താ പ്രശ്നം? രാജാവ് വൈശ്യനോട് ചോദിച്ചു. എന്താ നിങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വിഷമിച്ച് കാണാൻ കാരണം? എന്തിനാ നിങ്ങൾ സങ്കടപ്പെടുന്നത് എന്ന് രാജാവ് വൈശ്യനോട് ചോദിക്കുകയാണ്. ഇത്യാകർണ്യ വജസ്തസ്യ ഭൂപതേ പ്രണയോദിതം പ്രത്യുവാചാസ്തം വൈശ്യ പ്രശായവാനദോ നൃപം. രാജാവിന്റെ സ്നേഹത്തോടു കൂടിയുള്ള ഈ വാക്ക് കേട്ടപ്പോ ആ വൈശ്യന് ഒരുപാട് ദുഃഖമായി. ആ ദുഃഖത്തോടു കൂടി അദ്ദേഹം എന്ത് ചെയ്തു? ഈ സ്നേഹത്തിന്റെ വാക്കുകൾക്ക് മുമ്പിൽ മറുപടി പറയാണ്. വൈശ്യ വാച, വൈശ്യൻ പറഞ്ഞു, സമാനിദ്ഭിർ നാമ വൈശ്യോ ഹമുത്പന്നോ ധനിനാം കുലേ പുത്രാധാരേ നിരശ്ച ധന ലോഭാദ സാധുബി. ഒരു ധനിക കുലത്തിൽ ജനിച്ച സമാധി എന്ന് പേരുള്ള ഒരു വൈശ്യനാണ് ഞാൻ. എൻ്റെ പേര് സമാധി എന്നാണ്. ഞാനൊരു വൈശ്യകുലത്തിലാണ് ജനിച്ചിരിക്കുന്നത്. അസത്തുക്കളായിരിക്കുന്ന എൻ്റെ പുത്രന്മാരും ഭാര്യയും പണത്തിന്റെ മേലുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ ധനം മുഴുവൻ കയ്യിലാക്കി. എന്നിട്ട് അവരെന്നെ ഉപേക്ഷിച്ചു. ഈ വൈശ്യൻ പറയാണ്, സമാധി എന്ന് പറയുന്ന വൈശ്യൻ പറയാണ്, എൻ്റെ പണമല്ല എൻ്റെ ഭാര്യയും മക്കളും കയ്യിലാക്കി, എന്നിട്ട് അവരെന്നെ ഉപേക്ഷിച്ചു. വിഹീനഞ്ച ധനേർധാരേ പുത്രാരാധായ മേധനം വന മദ്ഭ്യാ ഭഗതോ ദുഃഖി നിരസ്താസ്പച ബദ്ദുബി. എന്ന് വെച്ചാല് ഇപ്രകാരം സമ്പത്തും ഭാര്യയും മക്കളും എല്ലാം നഷ്ടപ്പെട്ട് വേണ്ടപ്പെട്ടവർ പോലും കൈവിട്ടപ്പോ ഇനി ഞാൻ എന്തിനാ അവിടെ താമസിക്കുന്നത്? അതുകൊണ്ട് ദുഃഖത്തോടു കൂടി രാജാവേ ഞാൻ ഈ കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് ഇനി ഒന്നും പറയാനില്ല, ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. സോഹം നവേത്മി പുത്രാണാം കുശലാത്മികാം പ്രവൃത്തിം സ്വജനാനാഞ്ച ധാരണാം ചാത്ര സംസ്ഥിത. അങ്ങനെ ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ പുത്രന്മാരുടെയും ഭാര്യയുടെയും ബന്ധുക്കളുടെയും സുഖങ്ങളെ കുറിച്ച് എനിക്ക് യാതൊരു വിവരവും കിട്ടുന്നില്ല. അവരൊക്കെ എന്നെ ഉപേക്ഷിച്ചെങ്കിലും ഞാൻ ഈ കൊടും കാട്ടിൽ വന്നിരുന്ന് അവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവര് സുഖമായിരിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇതേക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഒരു വിവരവും അവരെ കുറിച്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, രാജാവിനോട് പറഞ്ഞു. കിംനു തേഷാം ഗൃഹേ ക്ഷേമമക്ഷേമം കിംനു സാമ്പ്രതാം കഥം തേ കിംനു സത്വൃത്താ ദുർവൃത്താ കിംനു മേ സുധാ. അവർക്ക് ഇപ്പോ വീട്ടില് സുഖം തന്നെയാണോ? എൻ്റെ മക്കൾ ഇപ്പോ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? എൻ്റെ പണമെല്ലാം അവർ കൊണ്ടുപോയി, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ആ പണം കിട്ടിയിട്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടോ? അതോ മോശാവസ്ഥയിലാണോ അവർ ജീവിക്കുന്നത്? ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. രാജോവാച. ഇത് കേട്ടപ്പോ രാജാവ് പറഞ്ഞു, യൈർനിരസ്തോ ഭവാൻ ലുബ്ധേ പുത്രാധാരാഭിർധനേ തേഷു കിം ഭവത സ്നേഹമനുത്ബാധാനിതമാനസം. താങ്കളുടെ ധനത്തിന് വേണ്ടി, നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭാര്യയും മക്കളും എല്ലാം നിങ്ങളെ പുറന്തള്ളിയില്ലേ, നിങ്ങളെ ഒഴിവാക്കിയില്ലേ? അങ്ങയുടെ മനസ്സ് എന്തുകൊണ്ടാണ് ഇപ്പോഴും അവരോട് സ്നേഹം കാണിക്കുന്നത്? അങ്ങയെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് ഒന്നുമില്ലാത്ത ഒരാളായിട്ട് ഒഴിവാക്കിയിട്ടും ഇപ്പോഴും അങ്ങയുടെ മനസ്സിൽ അവരോട് സ്നേഹമാണ്. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അവരോട് സ്നേഹം തോന്നുന്നത്? ദ്രോഹമല്ലേ നിങ്ങളോട് ചെയ്തത്? വൈശ്യവാച. വൈശ്യൻ പറഞ്ഞു, ഏവമേതത് യഥാ പ്രാഹ ഭവാന സമദ്ഗതം വചഃ കിം കരോമി ന ബദ്നാനാദി മമ നിഷ്ഠുരതാ മനഃ. എന്നെപ്പറ്റി അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഞാൻ എന്തു ചെയ്യട്ടെ? എങ്ങനെ അവരോട് ക്രൂരനായിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നോട് അവർ ഒരുപാട് ദ്രോഹം ചെയ്തു. ഞാൻ എന്താ ചെയ്യേണ്ടത്?
എനിക്ക് പക്ഷേ ആ ക്രൂരത അവരോട് കാണിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. യസ്യന്തജ്യ പിതൃസ്നേഹം ധനു ലുബ്ധേർ നിരാകൃത പതി സ്വജനാഹാർദം ച ഹാർദീ ത്വേഷേവ മേ മനഃ. അച്ഛനെന്നോ ഭർത്താവെന്നോ ബന്ധു എന്നോ ഉള്ള യാതൊരു സ്നേഹവും കാണിക്കാതെ എന്റെ സ്വത്തിന് വേണ്ടി അവരെന്നെ പുറന്തള്ളി. പക്ഷെ എന്റെ മനസ്സിപ്പോഴും അവരോടുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ. കിമേത നാഭി ജാനാമി ജാനനപ്പി മഹേമതേ യത് പ്രേമ പ്രവണം ചിത്തം വിഗുണേശഭീ ബന്ധുഷു. മഹാമതേ, എനിക്ക് അറിവുണ്ടെങ്കിലും ഗുണമില്ലാത്ത ബന്ധുക്കളോട് എന്തുകൊണ്ടാണ് സ്നേഹം ഉണ്ടാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നെ ദ്രോഹിച്ച് ഞാനൊരു ഭർത്താവാണെന്നോ ഞാൻ അച്ഛനാണെന്നോ ബന്ധുവാണെന്നോ ഒന്നും ചിന്തിക്കാതെയാണ് അവരെന്റെ ധനം എല്ലാം അപഹരിച്ച് എന്നെ ഒഴിവാക്കിയത്. പക്ഷേ എന്റെ മനസ്സ് എന്തുകൊണ്ടാണ് അവരോട് ഇപ്പോഴും ഇഷ്ടം കാണിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ത്വേഷാം കൃതേ മേ നിശ്വാസോ ദൗർമനസ്യം ച ജായതേ കരോമിം കീയന്ന മനസ്ത്വേഷ പ്രീതീഷു നിഷ്ഠുരം. അവരെ ഓർത്ത് ഞാൻ ഇപ്പോഴും നെടുവീർപ്പെടുകയാണ്. എൻ്റെ ഭാര്യയും മക്കളെ ഓർത്തിട്ട് ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് എന്നോട് സ്നേഹമില്ലെങ്കിലും എനിക്ക് അവരോട് ക്രൂര മനോഭാവം കാണിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യുക? എനിക്കൊരു ക്രൂര മനോഭാവം അവരോട് തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? മാർക്കണ്ഡേയ ഉവാച. മാർക്കണ്ഡേയൻ പറഞ്ഞു, തതസ്തൗ സഹിതോ വിപ്രത്തം മുനിം സമുപസ്ഥ്യൗ സമാതിർനാമ വൈശ്യോസൗ സജ പാർത്ഥിവ സത്തമ. എന്ന് വെച്ചാല്, അല്ലയോ ബ്രാഹ്മണ, സമാധി എന്ന് പേരുള്ള ആ വൈശ്യനും ആ മഹാരാജാവും ഒരുമിച്ച് ആ മുനിയുടെ അടുത്തേക്ക് പോയി. ഇവര് രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. രാജാവിന്റെ രാജ്യമെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹം കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. സമാധി എന്ന് പറയുന്ന വൈശ്യനാണെങ്കിലോ ധനമെല്ലാം നഷ്ടപ്പെട്ട് ഭാര്യയും മക്കളും ഉപേക്ഷിച്ചു. ഇങ്ങനെ തുല്യ ദുഃഖിതരായിരിക്കുന്ന ഇവര് രണ്ടുപേരും കൂടെ ഈ മുനിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ടോ, കൃത്വാ തു തൗ യഥാ ന്യായം യഥാർഹം തേന സംവിതം ഉപവിഷ്ടൗ കഥാ കാചിച്ചക്രുതർ വൈശ്യ പാർത്ഥിവൗ. മുനിയുടെ അടുത്ത് അവർക്ക് അനുയോജ്യമായ സ്ഥാനങ്ങളിൽ ഇരുന്ന് ആ മഹാരാജാവും വൈശ്യനും പലതും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനിയുടെ അടുത്ത് ഇരുന്നിട്ട് വൈശ്യനും രാജാവും സംസാരിക്കുകയാണ്. രാജോവാച. രാജാവ് പറഞ്ഞു, ഭഗവസ്വതാമഹം പ്രഷ്ടുമിച്ഛാമേകം വദസ്വത്തത് ദുഃഖായ എന്മേ മനസാ സ്വചിത്തായത്തമാം വിന. അല്ലയോ ഭഗവാൻ, മുനിയെ വിളിക്കുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ മനസ്സ് എനിക്ക് അധീനമാകാതെ എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്തിനാണ്? ഞാൻ എല്ലാം വിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് മുനിശ്രേഷ്ഠ. പക്ഷെ എന്റെ മനസ്സ് എന്നെ ഇങ്ങനെ ദുഃഖിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ അതിന് കാരണം എന്ന് രാജാവ് ഈ മുനിശ്രേഷ്ഠനോട് ചോദിച്ചു. മമത്വം ഹൃതരാജസ്യ രാജ്യാംഗേഷ്വഖിലേഷ്വപി ജാനതോപി യഥാ ജജ്ഞസ്യ കിമേതനു നിസത്തമ. എന്ന് വെച്ചാല്, അല്ലയോ മഹർഷി, അറിവുള്ളവനാണെങ്കിൽ പോലും, നല്ല അറിവുണ്ടെങ്കിൽ കൂടിയും രാജ്യം കൈവിട്ടു പോയിട്ടും വെറും അറിവില്ലാത്തവനെ പോലെ എനിക്ക് ആ രാജ്യത്തിലെ ആൾക്കാരോട് മമത തോന്നുകയാണ്. ഇതെന്താ ഇങ്ങനെ? എനിക്ക് അറിവുണ്ട്, പക്ഷേ ആ രാജ്യം എനിക്ക് നഷ്ടപ്പെട്ടു. അവിടെയുള്ള പലരും എന്നോട് ദ്രോഹം ചെയ്തു. ബാക്കി രാജാക്കന്മാർ കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ എന്നോട് അവിടെ ആരും ഒരു മമത കാണിച്ചിട്ടില്ല, ഒരു ഇഷ്ടം കാണിച്ചിട്ടില്ല. പക്ഷെ എന്റെ മനസ്സ് ഇപ്പോഴും അവരോട് മമതയിലാണുള്ളത്. അവരോടൊരു ഇഷ്ടം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ കാരണം? അയം ച നികൃത പുത്രൈർധാരൈർബസ്ത്യ സ്തദോജിദണ്ഡിത സ്വജനേന ച സന്ധ്യക്തൈഷു ഹാർദി തദാപ്യതി. ഇവനും, അതായത് രാജാവിന്റെ അടുത്തിരിക്കുന്ന ഈ വൈശ്യൻ, സമാധി എന്ന് പറയുന്ന ഈ വൈശ്യനും ഭാര്യയും മക്കളും എല്ലാവരും മിത്രങ്ങളും എല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ച്, സ്വന്തം ജനങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിന്റെ പൈസ എല്ലാം വാങ്ങിക്കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും അവരോട് സ്നേഹം തോന്നുന്നു. എനിക്ക് എന്റെ രാജ്യത്തിലെ ആൾക്കാരോട് തോന്നുന്നത് പോലെ ഈ വൈശ്യനും അദ്ദേഹത്തെ ഉപേക്ഷിച്ചവരോടാണ് സ്നേഹം തോന്നുന്നത്. ഇതെന്താ ഇങ്ങനെ ഞങ്ങളുടെ മനസ്സ്? ഏവമേഷത്തദാഹം ച വാപ്യാപത്യന്തു ദുഃഖിതൗ ദൃഷ്ടദോഷോവ വിഷയേ മമത്വാകൃഷ്ടമാനസൗ. നമ്മളെ ദ്രോഹിക്കുന്നവരോട് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്നേഹം തോന്നുന്നത്? അതിനെന്താ കാരണം
എന്ന് രാജാവ് ചോദിക്കുകയാണ്. വൈശ്യന്റെ ജീവിതവും അത് തന്നെ, രാജാവിന്റെ ജീവിതവും അത് തന്നെ. വൈശ്യന് ഭാര്യയും മക്കളും സ്വന്തങ്ങളും എല്ലാവരും ഉപേക്ഷിച്ചു. വൈശ്യന്റെ പൈസ എല്ലാം എടുത്ത് അധികാരത്തിൽ നല്ല പണം ഉണ്ടായിരുന്ന കാലത്ത് ഈ വൈശ്യൻ എന്ന് പറയുന്ന ഈ സമാധി എന്ന് പറയുന്ന വൈശ്യൻ എല്ലാവർക്കും വേണം. നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവർക്കും വേണം അല്ലെ. പൈസ ഇല്ലാതെ ആയപ്പം ഭാര്യയും മക്കളും ബന്ധുമിത്രാദികളെല്ലാം ഈ സമാധി എന്ന് പറയുന്ന ആളെ ഉപേക്ഷിച്ച്. അങ്ങനെയാണ് അയാൾ കാട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ രാജാവ് എന്താണ്, രാജാവ് ഒരു കാലത്ത് എല്ലാ രാജ്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. ഇപ്പൊ ആ രാജ്യവും പോയി, എല്ലാം പോയപ്പം മന്ത്രിമാരും ഭാര്യയും മക്കളും എല്ലാം ഈ രാജാവിനെ ഉപേക്ഷിച്ച്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത് കാട്ടിലേക്ക് വന്നു. അവിടെ വെച്ചിട്ടാണ് ഈ രാജാവും വൈശ്യനും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് എല്ലാവരും ഉപേക്ഷിച്ചിട്ടും അവരോട് നമുക്കൊരു ദേഷ്യം തോന്നാത്തത് എന്നാണ് ഈ സന്യാസി വര്യനോട് ഈ രാജാവും ഈ വൈശ്യനും ചോദിക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ദോഷം കണ്ടിട്ടും ഞങ്ങളെ ദ്രോഹിച്ചവരോടും എന്താ ഞങ്ങൾക്ക് വീണ്ടും സ്നേഹം തോന്നാൻ കാരണം? തത് കിമേതൻ മഹാഭാഗയം മോഹജ്ഞാനിനോരഭി മമാസ്യാച ഭവിത്യേഷ്യ വിവേകാന്തസ്യ മൂഢത എന്ന് വെച്ചാല്, അല്ലയോ മഹാഭാഗ, മുനിശ്രേഷ്ഠ, അറിവുള്ളവരാണെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് അറിവില്ലാത്തവരെ പോലെ ഒരു മനസ്സ് തോന്നുന്നത്? ഞങ്ങളെ ദ്രോഹിച്ചവരോട് എന്താ ഞങ്ങൾക്കൊരു ഇഷ്ടം തോന്നുന്നത്? ഞങ്ങൾക്ക് വിവരമുണ്ട്, അറിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങളെ ദ്രോഹിച്ചവരോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. അവരെ കുറിച്ചാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ അങ്ങനെ കാരണം? ഋഷിരുവാച, അപ്പൊ ഋഷി മറുപടി പറയാണ്, ജ്ഞാനമസ്തി സമസ്തസ്യ ജന്തോർ വിഷയോ ഘോപരേ വിഷയാഞ്ച മഹാഭാഗയാന്തി ചൈവം പൃഥക് പൃഥക് എന്ന് വെച്ചാല്, എല്ലാ ജീവികൾക്കും അവരവരുടേതായ ജ്ഞാനേന്ദ്രിയങ്ങൾ മുഖേന, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സ്, ചിന്ത, വാക്ക്, പ്രവൃത്തി, കയ്യ്, കാല്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ മുഖേന എല്ലാ ജീവികൾക്കും മനസ്സിലാവുന്ന ഒരു വിഷയമുണ്ട്, ഒരു വിഷയജ്ഞാനമുണ്ട്. ഈ വിഷയജ്ഞാനം പല ജന്തുക്കൾക്കും പല രീതിയിലാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഓരോ അറിവുകൾ, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാവുന്ന ഓരോ അറിവുകൾ അത് പല രീതിയിലാണ്. ദിവന്ധ പ്രാണിന കേചിത്രാത്രവസ്ഥാസ്തദാ പരേ കേചിത് ദിവാ തഥാ രാത്രൗ പ്രാണിസ്തുനസ്ഥലദൃഷ്ടയ എന്ന് വെച്ചാല്, ചില ജീവികൾക്ക് പകൽ സമയത്ത് കാണാൻ കഴിയില്ല അല്ലെ. മൂങ്ങ അറിയില്ലേ, ഓൾ. അപ്പൊ അങ്ങനെയുള്ള മൂങ്ങയ്ക്ക് കൂമൻ എന്നൊക്കെ പറയും ചില സ്ഥലത്ത്, കൂപൻ എന്ന് പറയും, കൂമനോ അങ്ങനെ എന്തോ പറയും നമ്മുടെ കന്നഡയില്. അപ്പൊ അങ്ങനെയുള്ള മൂങ്ങയ്ക്ക് എന്താണ് പകൽ സമയത്ത് കാണാൻ കഴിയില്ല. പക്ഷെ ചില ജീവികൾക്ക് രാത്രി കാലത്ത് കാണാൻ പറ്റൂല. മറ്റു ചിലതിന് രാത്രിയും പകലൊക്കെ ഒരുപോലെ കണ്ണ് കാണാൻ പറ്റും. ജ്ഞാനിനോ മനുജാസത്വം കിംനുനേന ഹി കേവലം യദോ ഹി ജ്ഞാനിനാ സർവേ പശുപക്ഷി മൃഗാദയ എന്ന് വെച്ചാല്, മനുഷ്യർക്ക് അറിവുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്, മനുഷ്യന്മാർക്ക് നല്ല അറിവുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അത് അവർക്ക് മാത്രമുള്ളതല്ല, മനുഷ്യന്മാർക്ക് മാത്രമല്ല അറിവുള്ളത്. പിന്നെയോ എന്തുകൊണ്ടെന്നാൽ പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, ഇത് എല്ലാ ജീവജാലങ്ങൾക്കും അറിവുണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല അറിവുള്ളത്, എല്ലാ ജീവജാലങ്ങൾക്കും നല്ല വിവരമുണ്ട്, അറിവുമുണ്ട്. ജ്ഞാനം ച തമന്യുഷ്യാണാം യത്തേഷാം മൃഗപക്ഷിണാം മനുഷ്യാണാം ച യത്തേഷാം തുല്യമന്യത് തഥോഭയോ. മൃഗങ്ങൾക്കും പക്ഷികൾക്കും അറിവുള്ളതുപോലെ മനുഷ്യർക്കും അറിവുണ്ട്. മനുഷ്യർക്ക് ശാസ്ത്രജ്ഞാനമുണ്ട് അല്ലെ, ശാസ്ത്രീയമായ കാര്യങ്ങളിൽ മനുഷ്യർക്കൊരു അറിവുണ്ട്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതാത് ജാതികൾക്കനുസരിച്ചിട്ടുള്ള ജ്ഞാനമാണുള്ളത്. ഇപ്പൊ മനുഷ്യൻ ആകാശത്തെ കുറിച്ച്, പിന്നെ കുറെ ഇംഗ്ലീഷ്, പല കാര്യങ്ങളെ കുറിച്ച്, ഭൂമിക്കടിയിൽ എന്താണ്, അതെന്താണ്, ഇത്, അങ്ങനെ ശാസ്ത്രീയമായ പല അറിവുകൾ മനുഷ്യന്മാർക്കുണ്ട്. പക്ഷേ മൃഗങ്ങൾക്ക് മൃഗങ്ങളുടെ ലോകത്തിലുള്ള അറിവാണുള്ളത്. മനുഷ്യർക്ക് മനുഷ്യരുടെ ലോകത്തിലും മറ്റു ലോകങ്ങളിലുമുള്ള അറിവുകളുണ്ട്. വിശപ്പ്, ഉറക്ക്, ഭയം, മൈഥുന്യം, അതായത് ഇണചേരുക, ഇത് മാത്രാണ് മൃഗങ്ങൾക്കുള്ള അറിവ്. അവർക്ക് വിശന്നാൽ വിശക്കുന്നുണ്ട്, ഇര തേടണം, അത് കഴിക്കണം, ആ അറിവ്. പിന്നെ അവർക്ക് ഉറക്കം വന്നാൽ എവിടെങ്കിലും മരപ്പൊത്തിലോ ചില്ലയിലോ പോയി കിടന്ന് ഉറങ്ങണം. ഇനി ഭയം, പേടി വന്നാൽ അവർ ഓടി ഒളിക്കും. ഇനി മൈഥുന്യം, ഇണ ചേരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങൾ അവരുടെ ഇണകളോട് ഇണ ചേരും. ഈ 4 കാര്യങ്ങളിലാണ് മൃഗങ്ങൾക്ക് അറിവുള്ളത്. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യന് ഒരുപാട് വലിയ ലോകത്തെ കുറിച്ചുള്ള ഒരു അറിവുണ്ട്. ഇതാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യൻ മനുഷ്യന്റെ ലോകത്ത് അറിവ് സമ്പാദിക്കുന്നു, പക്ഷി മൃഗാദികൾ അവരുടെ ലോകത്ത് അറിവ് സമ്പാദിക്കുന്നു. ജ്ഞാനേപി സതി പശ്യതാൻ പത്വാം ഗാചാവ ചഞ്ചുഷു കണമോക്ഷ്യാത്തമോഹാത് പീഡമാനാനിക്ഷുത എന്ന് വെച്ച് കഴിഞ്ഞാല്,
ഈ പക്ഷികളെ തന്നെ നോക്കൂ. ഈ മുനി പറയാണ് ഇവരോട്, രാജാവിനോടും ഈ വൈശ്യനോടും പറയാണ്, ഈ പക്ഷികളെ നോക്കൂ, അവര് കഴിച്ചാലേ വിശപ്പ് മാറൂ എന്നുള്ള അറിവ് അവർക്കുണ്ട് ഇല്ലേ? പക്ഷികൾ ഭക്ഷണം കഴിച്ചാലേ അവരുടെ വിശപ്പ് മാറൂ എന്നുള്ള അറിവ് അവർക്കുണ്ട്. വിശന്ന് വലയുന്നവനാണെങ്കിലും കൊണ്ടുവന്ന ആഹാരം എന്തു ചെയ്യും പക്ഷികള്? കുഞ്ഞുങ്ങൾക്ക് തന്റെ കുഞ്ഞുങ്ങൾ തന്റേതാണെന്നുള്ള തോന്നൽ കൊണ്ട് ആ പക്ഷികൾ എന്ത് ചെയ്യും? ആ പക്ഷിക്കുട്ടികളുടെ ചുണ്ടിൽ വെച്ചു കൊടുക്കും ഭക്ഷണം. മനസ്സിലായില്ലേ? പക്ഷികള് ഇര തേടിപ്പോയി ആ ഇര കൊണ്ടുവന്ന് ആ കുട്ടികളുടെ വായയിൽ വെച്ചു കൊടുക്കും. എന്തുകൊണ്ടാ? പക്ഷികൾക്കറിയാം അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അല്ലെ? മനുഷ്യ മനുജാവ്രാഗ്ര്യ സാഭിലാഷ സ്തുതാൻ പ്രതി ലോഭാത് പ്രത്യുപകാരായ നന്വേതാൻ കിംന പശ്യസി എന്ന് വെച്ചാല്, അല്ലയോ മുനിശ്രേഷ്ഠ, മനുഷ്യശ്രേഷ്ഠ, മുനി പറയാണ്, അല്ലയോ മനുഷ്യശ്രേഷ്ഠ, മനുഷ്യരും സ്വന്തം കുഞ്ഞുങ്ങൾ വലുതായിട്ട് തനിക്ക് ഉപകാരം ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തും എന്തിനാണ്? നാളെ എൻ്റെ മക്കള് പഠിച്ചു വലുതായി വളർന്നു കഴിഞ്ഞാൽ അവരെന്നെയും നോക്കും, എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കും എന്ന തോന്നലോടെ മനുഷ്യരെന്ത് ചെയ്യും? നമ്മുടെ കുട്ടികളെയും വളർത്തും. തഥാപി മമധാവർത്തെ മോഹഗർത്തെ നിബാധിത മായാ പ്രഭാവേണ സംസാരസ്ഥിതികാരിണ എന്ന് വെച്ചാല്, അങ്ങനെയാണെങ്കിൽ കൂടിയും സംസാര ചക്രം നിലനിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് ഈ കാലചക്രം നമ്മുടെ തലമുറകൾ നിലനിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മഹാമായായിരിക്കുന്ന ഭഗവതി സ്വന്തം ശക്തി കൊണ്ട് അവരെ മമതയാവുന്ന ചുഴികളോടുകൂടിയ മോഹക്കയത്തിലേക്ക് തള്ളിയിടുകയാണ്. ദേവി തന്നെയാണ് നമ്മളെ ഈ മമതയാകുന്ന മോഹത്തിലേക്ക് തള്ളിവിടുന്നത്. നമ്മുടേത്, നമുക്കായിട്ട്, നമ്മുടെ മക്കള്, നമ്മുടെ ലോകം, നമ്മുടെ വീട് എന്നുള്ള ആ ഒരു മമത, ആ ഒരു ആഗ്രഹം നമ്മളിൽ ഉണ്ടാക്കുന്നത് ഈ മഹാമായായിരിക്കുന്ന ഭഗവതി തന്നെയാണ്. തന്നാത്ര വിസ്മയക്കാര്യോ യോഗ നിദ്രാ ജഗത്പദേ മഹാമായ ഹരൈചൈതതയാ സമ്മോഹ്യതേ ജഗത് എന്ന് വെച്ചാല്, മഹാമായ എന്ന് പറയുന്ന ദേവി ജഗത്പതിയായിരിക്കുന്ന വിഷ്ണുവിന്റെ, മഹാമായ എന്ന് പറയുന്ന ദേവി ജഗത്പതി, ലോകത്തിന്റെ തന്നെ അധിപതിയായിരിക്കുന്ന വിഷ്ണുവിന്റെ യോഗനിദ്രയാണ്. ദേവി ആരാണ്? ഭഗവാനെ യോഗനിദ്രയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മഹാമായായിരിക്കുന്ന ദേവി തന്നെയാണ്. അതുകൊണ്ട് വിഷ്ണുവിനെ പോലും മോഹിപ്പിക്കുന്ന മഹാമായ ലോകത്തിനെ മുഴുവൻ മോഹക്കയത്തിൽ തള്ളിവിടുന്നതിൽ ആശ്ചര്യമില്ല എന്നാ പറയുന്നത്. ജഗത്പതിയാണ് വിഷ്ണു അല്ലെ? ഭഗവാൻ ലോകത്തിന് തന്നെ അധിപതിയാണ്. അഖില കോടി ബ്രഹ്മാണ്ഡ നായകനാണ് ഭഗവാൻ. എല്ലാ കോടിക്കണക്കിന് ലോകങ്ങൾക്കും അധിപതിയായിരിക്കുന്ന ഭഗവാന്റെ യോഗമായയാണ് ഭഗവതി എന്ന് പറയുന്നത്. ദേവി ഭഗവാനെ പോലും യോഗനിദ്രയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ജഗത്പതിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ യോഗനിദ്രയിലേക്ക് കൊണ്ടുപോകുന്ന മഹാമായ നമ്മളെയെല്ലാം മോഹവലയത്തിൽ പെടുത്തുന്നതിൽ ഒരു ആശ്ചര്യവുമില്ല എന്നാ പറയുന്നത്. ജ്ഞാനി നാമാഭിചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദ്യാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്ന് വെച്ചാൽ, ആ ഭഗവതി ദേവി ജ്ഞാനികളുടെ മനസ്സിനെ പോലും ശക്തിയായി ആകർഷിച്ചിട്ട് മോഹത്തിലേക്ക് കൊണ്ടുപോകും. ആ ദേവി എന്ത് ചെയ്യും? നല്ല അറിവുള്ള മനസ്സിനെ പോലും ദേവി അങ്ങ് മോഹത്തിലേക്ക് കൊണ്ടുവന്ന് കളയും എന്നാ പറയുന്നത്. തയാ വിസൃജ്യദ്യേ വിശ്വം ത്രൈലോക്യം സചരാചരം സൈഷ്യാ പ്രസന്ന വരദാം നൃണാം ഭവതി മുക്തയേ എന്ന് വെച്ചാല്, ആ ദേവി തന്നെയാണ് ചരാചരമായിരിക്കുന്ന ഈ ത്രിലോകങ്ങളെയും സൃഷ്ടിക്കുന്നവൾ. ദേവിയാണ് ഈ 3 ലോകങ്ങളെയും ദേവി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതേ ദേവി തന്നെയാണ് മനുഷ്യരിൽ ഭക്തി പൂജാദികൾ കൊണ്ട് പ്രസന്നയായാൽ അവർക്ക് മോക്ഷത്തിനുള്ള വരം കൊടുക്കുന്നവളായിട്ടും ഭവിക്കുന്നത്. അതായത് നമ്മളെ പോലെയുള്ള ആളുകളില് നമ്മള് ഭക്തി കൊണ്ട് ദേവിയെ പൂജിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, ആ ഭക്തിയിൽ ദേവി പ്രസാദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം നൽകാൻ വരുന്നതും ആ മഹാമായയായിരിക്കുന്ന ഭഗവതി തന്നെയാണ്. സവിദ്യാ പരമാ മുക്തേർ ഹേതുഭൂത സനാതനി സംസാരബന്ധ ഹേതുശ്ച സൈവേ സർവേശ്വരി എന്നാ പറയുന്നത്. അതായത് സനാതനിയും സർവേശ്വരിയുമായിരിക്കുന്ന ആ ദേവി തന്നെയാണ് മോഹങ്ങൾക്കെല്ലാം അധിഷ്ഠിതമായിരിക്കുന്ന സംസാര ബന്ധത്തിനും പരം ബ്രഹ്മജ്ഞാനം കൊണ്ടുള്ള മുക്തിക്കും കാരണം. എന്ന് വെച്ചാല് ആ ഒരു ദേവി തന്നെ, സർവേശ്വരി തന്നെയാണ് നമ്മളെ ഈ ലോകത്തിൽ ആഗ്രഹങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുന്നതും നമുക്ക് മോക്ഷം നൽകുന്നതും ആ ദേവി തന്നെയാണ്. രാജോവാച, രാജാവ് പറഞ്ഞു, ഭഗവാൻ കാഹി സാ ദേവി മഹാമായേതിയാം ഭവാൻ ബ്രവീതി കഥമുത്പാനസ കർമാസ്യച്ച കിം ധ്വജ എന്ന് വെച്ചാൽ, മഹാമായ എന്ന്
ഋഷിവര്യനായിരിക്കുന്ന അങ്ങ് പറയുന്ന ആ ദേവി ആരാണ്? രാജാവിന് അറിഞ്ഞൂടാ ദേവി ആരാണെന്ന്. അപ്പൊ രാജാവ് ചോദിക്കുകയാണ്, ഋഷിവര്യ, അങ്ങ് മഹാമായ മഹാമായ എന്ന് പറയുന്നല്ലോ, ആ ദേവി ആരാണ്? അവരുടെ ഉത്പത്തി എങ്ങനെയായിരുന്നു? ആ ഭഗവതി എവിടുന്നാ ജനിച്ചത്? അവരുടെ കൃത്യങ്ങൾ എന്തൊക്കെയാണ്? ആ ദേവി എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. യത് പ്രഭവാച സാ ദേവി യത് സ്വരൂപാ യദുദ്ഭവ തത്സർവം ശ്രേതുമിച്ഛാദി തത്വോ ബ്രഹ്മവിദാംബര. ബ്രാഹ്മജ്ഞരിൽ ശ്രേഷ്ഠയായുള്ള അല്ലയോ മഹർഷി, അതായത് ബ്രാഹ്മണന്മാരിൽ അത്രയും അറിവുള്ള ഒരാളാണല്ലോ മഹർഷിമാര്. അപ്പൊ അങ്ങനെയുള്ള മഹർഷി, ആ ദേവിയുടെ പ്രഭാവം, സ്വരൂപം, ആ ദേവി എവിടെ നിന്ന് വന്നു എന്നിവയെ കുറിച്ചൊക്കെ അങ്ങയിൽ നിന്ന് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്കും ആഗ്രഹമുണ്ട് ദേവി എങ്ങനെ ഉണ്ടായി എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. ഋഷിരുവാച, ഋഷി പറയാണ്, നിതൈവ സാ ജഗത്മൂർത്തിസ്തയാ സർവമിദം തദം തദാപി തത്മുത്പത്തിർ ബഹുദാ ശ്രുയാതാം മമ. എന്ന് വെച്ചാൽ ജഗത് രൂപിണിയും, അതായത് ഈ ലോകത്തിന്റെ തന്നെ അധിപതിയും ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചവളുമായിരിക്കുന്ന ആ ദേവി നിത്യയാണ്. ദേവി എപ്പോഴും ഉള്ളവളാണ്. ജനനമോ മരണമോ ഇല്ലാത്തവൾ. ജനനവും ഇല്ല ദേവിക്ക്, മരണവും ഇല്ല. അതുകൊണ്ടാണ് നിത്യതി എന്ന് പറയുന്നത്. എന്നിരുന്നാലും ദേവിയുടെ പല വിധത്തിലുള്ള ഭാവങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. ദേവാനാം കാര്യസിദ്ധ്യർത്ഥാവിർഭവതിയാ സ യഥാ ഉത്പന്നേതി തഥാ ലോകേ സ നിത്യാ പ്രദീയതേ. ആ ദേവി നിത്യയാണെങ്കിലും ജനനവും മരണവും ഇല്ലാത്തവളാണെങ്കിലും ദേവന്മാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയാണ് ദേവി അവതരിക്കുന്നത്. ദേവന്മാരുടെ ഒരാവശ്യം ചെയ്യാൻ വേണ്ടിയാണ് ഭഗവതി അവതാരം എടുക്കുന്നത്. അവൾ ഉൽപ്പന്നയായി, അതായത് ദേവി അവതരിച്ചത് എന്ന് പറയപ്പെടുന്നു. ദേവന്മാരുടെ ഒരു കാര്യസിദ്ധി നടത്താൻ ദേവി അവതരിച്ചിരിക്കുകയാണ്. യോഗനിദ്രാം യഥാ വിഷ്ണുർ ജൈകേധ്യാകാരണ വികൃതേ അസ്ഥീരേ ശേഷത് മജത് കൽപാന്തേ ഭഗവാൻ പ്രഭു തഥാ ദ്വാവസുരാഘോര വിഖ്യാതോ മധുകൈഡപോ വിഷ്ണു കർണമലോദ്ഭൂതൗ ഹന്തും ബ്രാഹ്മണമുദ്യതൗ. എന്ന് വെച്ചാല് പ്രളയകാലത്ത്, പ്രളയം വന്ന സമയത്ത് ജഗത്ത് ഏക സമുദ്രമായി തീർന്നു. അതായത് ഈ ലോകം ഒരു സമുദ്രമായി തീർന്നു. അപ്പൊ നമുക്കറിയാം ഒരുപാട് സമുദ്രങ്ങൾ ഉണ്ടല്ലേ. പക്ഷേ പ്രളയം വന്ന കാലത്ത് മുഴുവൻ സമുദ്രമായി മാറി, മുഴുവൻ കടലായി പോയി. ഈ ഭൂമി മുഴുവൻ സമുദ്രമായി, ത്രിലോകങ്ങളെല്ലാം മുഴുവൻ വെള്ളത്തിലായ സമയത്ത് ഭഗവാൻ വിഷ്ണു എന്താ ചെയ്തത്? അനന്തശയനത്തിൽ യോഗനിദ്രയിലേക്ക് പോയി. ഭഗവാൻ വിഷ്ണു, മുഴുവൻ പ്രളയമാണ്, വെള്ളമാണ്. അപ്പോ ഭഗവാൻ വിഷ്ണു യോഗനിദ്രയിലേക്ക് പോയി. അപ്പോ വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നും, അതായത് ചെവിയിൽ നിന്ന് വരുന്ന ആ ഒരു വേസ്റ്റ്, കർണമലത്തിൽ നിന്നും 2 അസുരന്മാര് വന്നു. മധുകൈഡബൻ എന്ന് പറയുന്ന ഭയങ്കരമായിരിക്കുന്ന അസുരന്മാര് വന്നു. എന്നിട്ടോ അവര് ആദ്യം കണ്ടത് ആരെയാണ്? ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്ന താമരത്തണ്ടിലിരിക്കുന്ന ബ്രഹ്മദേവനെയാണ് അവർ ആദ്യം കണ്ടത്. ഈ ഭഗവാൻ വിഷ്ണുവിന്റെ ചെവിയിൽ നിന്നാണ് ഈ മധുകൈഡബന്മാരെന്ന് പറയുന്ന 2 അസുരന്മാര് വന്നത്. എന്നിട്ട് അവർ പുറത്തു വന്നപ്പോ ആദ്യം കണ്ടത് ബ്രഹ്മദേവനെ. അങ്ങനെ ഈ അസുരന്മാർ എന്ത് ചെയ്തു? ബ്രഹ്മദേവനെ കൊല്ലാൻ പോവാണ്. നാഭികമലേ വിഷ്ണോ സ്ഥിതോ ബ്രഹ്മ പ്രജാപതി തുഷ്ടാ താവസുരൗജോഗ്ര പ്രസ്തുതാം ച ജനാർദ്ദനം തുഷ്ടാവ യോഗനിദ്രാം തമേകാഗ്രഹൃദേ സ്ഥിത വിബോധനാർത്ഥായ ഹരേർ ഹരിനേത്ര കൃതാലയാം. അപ്പോ വിഷ്ണുവിന്റെ നാഭി കമലത്തിൽ, അതായത് നാഭിയിൽ നിന്ന് വന്ന താമരയിൽ ഇരിക്കുന്ന പ്രജാപതിയായിരിക്കുന്ന ബ്രഹ്മദേവനെ ഉഗ്രന്മാരായിരിക്കുന്ന 2 അസുരന്മാരും പോയിട്ട് കൊല്ലാൻ പോവാണ്. അപ്പോ നേരെ ഇരിക്കുന്ന നിദ്രയിലാണ്ടിരിക്കുന്ന വിഷ്ണുവിനെ ഉണർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഇരിക്കുന്ന യോഗമായെ ബ്രഹ്മദേവൻ സ്തുതിക്കുകയാണ്. ബ്രഹ്മദേവൻ നോക്കുമ്പോ 2 അസുരന്മാര് കൊല്ലാൻ വരികയാണ്. രക്ഷിക്കാൻ ആരുമില്ല. ആരാ രക്ഷിക്കാനുള്ളത്? നമ്മുടെ വിഷ്ണു മാത്രം. പക്ഷെ ആ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യുന്നു? നല്ല ഉറക്കത്തിലാണ്, യോഗനിദ്രയിലാണ്. അപ്പോ നേരെ യോഗനിദ്ര, ഉറക്കം നമുക്ക് എവിടെയാ സംഭവിക്കുക? നമ്മുടെ കണ്ണിലാണ് സംഭവിക്കുക, അല്ലെ? അപ്പൊ ഭഗവാന്റെ യോഗനിദ്ര സംഭവിക്കുന്നത് ഭഗവാന്റെ കണ്ണുകളിലാണ്. അതപ്പോ യോഗനിദ്രയായിരിക്കുന്ന ഭഗവതിയാണ് നമുക്കെല്ലാം തരുന്നത്. ഈ ഭഗവതി ഭഗവാന്റെ കണ്ണിൽ വസിക്കുകയാണ്. യോഗനിദ്രയായിട്ട്, യോഗമായയായിട്ട് വസിക്കുകയാണ്. അപ്പോ ഭഗവാനാണെങ്കിൽ നല്ല ഉറക്കത്തിലും, ബ്രഹ്മദേവൻ ആകെ പെട്ടുപോയി. അപ്പൊ ബ്രഹ്മദേവന് എങ്ങനെയെങ്കിലും വിഷ്ണു ഭഗവാനെ ഉണർത്തണം, അല്ലെ? അപ്പോ വിഷ്ണു ഭഗവാനെ ഉണർത്തണമെങ്കിൽ ആദ്യം ആരെ ഉണർത്തണം? ഭഗവാന്റെ കണ്ണിൽ വസിക്കുന്ന ദേവിയെ ഉണർത്തണം. വിശേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം നിദ്രാം ഭഗവതി വിഷ്ണോരത്തുല്യാം തേജസ പ്രഭു. എന്ന് വെച്ചാൽ വിശേശ്വരിയും. അപ്പൊ നേരെ നമ്മുടെ ബ്രഹ്മദേവൻ ദേവിയെ ഉണർത്താൻ വേണ്ടിയിട്ട് ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. ദേവിനെ നേരെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്നിട്ട് അമ്മയെ കുറിച്ച് പറയാണ്. എന്താ പറയുന്നത്?
വിശേശ്വരീം ജഗദ്ധാത്രീം. വിശേശ്വരി എന്ന് പറഞ്ഞാല് ലോകത്തിൽ തന്നെ അമ്മയായിരിക്കുന്ന, ലോകമാതാവായി പരിപാലിക്കുന്ന, എല്ലാവരെയും സംഹരിക്കുന്നവളും അതുല്യയായിരിക്കുന്ന ഭഗവതിയും വിഷ്ണുവിന്റെ യോഗമായ രൂപവുമായിരിക്കുന്ന നിദ്രയെ ബ്രഹ്മദേവൻ സ്തുതിക്കുകയാണ്, ഭഗവതിയെ സ്തുതിക്കുകയാണ്. എങ്ങനെ? ബ്രഹ്മോവാച, ബ്രഹ്മദേവൻ പറഞ്ഞു. ദേവി മഹാത്മ്യത്തില് ബ്രഹ്മസ്തുതി വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രഥമ അധ്യായത്തിൽ തന്നെയുള്ള ബ്രഹ്മദേവന്റെ സ്തുതി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ട് ബ്രഹ്മദേവൻ ദേവിയെ സ്തുതിക്കുന്ന ശ്ലോകത്തിലേക്കാണ് നമ്മൾ ഇനി പോണത്. അപ്പോ ബ്രഹ്മോവാച, ബ്രഹ്മദേവൻ പറഞ്ഞു. ത്വം സ്വാഹ ത്വം സ്വാദ ത്വം ഹിം ദുഷ്ടകാരോ സ്വരാത്മിക സുധാത്വമക്ഷരോ നിത്യത്രിധാമത്രാത്മിക സ്ഥിത. ബ്രഹ്മദേവൻ പറഞ്ഞ സ്തുതിയാണിത്. എന്താ അത്? നിൻ തിരുവടിയും സ്വാഹായും. സ്വാഹ എന്ന് പറഞ്ഞാൽ ദേവി തന്നെയാണ്. നമ്മൾ ഹോമം ചെയ്യുമ്പം ഇടില്ലേ സ്വാഹ എന്ന് പറയുന്നത്, അത് ദേവി തന്നെയാണ്. അപ്പോ നിൻ തിരുവടി സ്വാഹായും സ്വാധായും വഷ്ടകാരവുമാണ്, സ്വരാത്മികതയും സുധാരൂപിണിയും എല്ലാം ഭഗവതി തന്നെ. ബ്രഹ്മദേവൻ പറയുന്നു എല്ലാം അമ്മ തന്നെ. നിത്യാക്ഷരയായിരിക്കുന്ന പ്രണവത്തിൽ 3 വിധത്തിൽ മാത്രാരൂപിണിയായി വർത്തിക്കുന്നതും അമ്മ തന്നെ. ഓംകാരത്തിൽ ഇരിക്കുന്നതും അമ്മ തന്നെയാണ്. ബ്രഹ്മദേവൻ അമ്മയെ സ്തുതിക്കുകയാണ്. അർദ്ധമാതാ സ്ഥിതാ നിത്യാനുച്ചാര്യ വിശേഷത ത്വമേവ സാത്വം സാവിത്രി ത്വം ദേവി ജനനീ പര. അതായത് അർദ്ധമാത്ര രൂപേണ സ്ഥിതി ചെയ്യുന്നവളും നിത്യയും എപ്പോഴുള്ളവളും വിശേഷാൽ ഉച്ചരിക്കാൻ പാടില്ലാത്തവളുമായിരിക്കുന്ന നിൻ തിരുവടി സാവിത്രിയും ഉത്കൃഷ്ടയുമായിരിക്കുന്ന മാതാവാണ്. അമ്മേ, എല്ലാം അമ്മ തന്നെ. ബ്രഹ്മദേവൻ അമ്മയെ സ്തുതിക്കുകയാണ്. വിഷ്ണു ഭഗവാന്റെ കണ്ണിലുറങ്ങുന്ന അമ്മയെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്വയത് ധാര്യതേ വിശ്വം ത്വയത് സുച്യതേ ജഗത് ത്വയത് പാലിതേ ദേവി ത്വമസ്യന്തേ ച സർവത. ഈ ലോകത്തെ സൃഷ്ടിക്കുന്നതും സംരക്ഷിക്കുന്നതും ദേവി തന്നെയാണ്. അവസാനം എല്ലാം സംഹരിക്കുന്നതും അമ്മ തന്നെയാണ്. ഇങ്ങനെ പിന്നെയും പിന്നെയും ദേവിയാൽ ഈ ലോകം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാം അമ്മ സൃഷ്ടിക്കും, എല്ലാം അമ്മ സംഹരിക്കും, വീണ്ടും അമ്മ ലോകത്തെ സൃഷ്ടിക്കും. ഇതെല്ലാം ചെയ്യുന്നത് അമ്മ തന്നെയാണ്. അമ്മേ വിസൃഷ്ടൗ സൃഷ്ടിരൂപാത്വം സ്ഥിതിരൂപാച പാലനെ തഥാ സംഹൃതി രൂപാന്തേ ജഗതോസ്യ ജഗത്മയെ. എന്ന് വെച്ചാൽ ലോകത്തിന്റെ ഉൽപ്പത്തി കാലത്ത്, ഈ ലോകം ഉണ്ടാവുന്ന കാലത്ത് സൃഷ്ടിരൂപിയായിട്ടും സൃഷ്ടിക്കാൻ വരുന്നവളായിട്ടും സംരക്ഷണത്തിന് സ്ഥിതിരൂപിയായിട്ടും സൃഷ്ടിക്കുന്നതാരാ? ബ്രഹ്മദേവൻ. നിലനിർത്തുന്നതാരാ? വിഷ്ണു ഭഗവാൻ. അതുപോലെ തന്നെ അവസാന കാലത്ത് സംഹാര രൂപയായിട്ടും ജഗത് മാതാവായ ദേവി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സൃഷ്ടിക്കുന്നതും അമ്മ തന്നെ, നിലനിർത്തുന്നതും അമ്മ തന്നെ, സംഹരിക്കുന്നതും അമ്മ തന്നെയാണ്. മഹാവിദ്യ, മഹാമായ, മഹാമേധ, മഹാസ്മൃതി, മഹാമോഹാച ഭവതി മഹാദേവി മഹാസുരി. എന്ന് വെച്ചാൽ ജ്ഞാനം പ്രകാശിപ്പിക്കുന്ന മഹാവിദ്യ അല്ലെ, സരസ്വതി ദേവിയായിട്ടിരിക്കുന്നത്, അറിവ് നൽകുന്നത് അമ്മ തന്നെയാണ്. അതിനെ മറച്ചു വെക്കുന്നതും മഹാമായ തന്നെ, നമുക്ക് അറിവില്ലായ്മയാക്കുന്നതും ദേവി തന്നെയാണ്. ധാരണാശക്തി നൽകുന്ന മഹാമേധ, വേദസ്വരൂപിണിയായിരിക്കുന്ന മഹാസ്മൃതി, ഈ ലോകം നിലനിർത്തുന്നത്, അറിവ് നൽകുന്നത്, അറിവില്ലാതെയാക്കുന്നത്, എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്, മോഹം നൽകുന്നത് ഈശ്വരഭക്തിയായിരിക്കുന്ന മഹാദേവി, മഹാസുരശക്തി, എല്ലാം അമ്മ തന്നെ. അമ്മയിൽ ഇല്ലാത്തതൊന്നുമില്ല, അമ്മയില്ലാത്തതും ഒന്നുമില്ല എന്നാ പറയുന്നത്. എല്ലാം അമ്മയാണ്, അമ്മയിൽ തന്നെയാണ് എല്ലാം. പ്രകൃതിസ്ത്വം ഹി സർവസ്യ ഗുണത്രയ വിഭാവിനി കാളരാത്രി മഹാരാത്രി മോഹരാത്രിശ്ച ദാരുണ. എന്നാൽ സത്വരജോ തമോ രൂപങ്ങളായിരിക്കുന്ന സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങളാണല്ലേ പ്രകൃതിയില്. ഈ 3 ഗുണങ്ങളുടെ രൂപമായിരിക്കുന്ന അനുമാനിക്കപ്പെടാവുന്ന പ്രകൃതിയും കൽപ്പപ്രളയമായിരിക്കുന്ന കാളരാത്രിയും മന്വന്തര പ്രളയമായിരിക്കുന്ന മഹാരാത്രിയും മനുഷ്യർക്ക് വ്യാമോഹരൂപിണിയായി ധാരുണയായിരിക്കുന്ന മോഹരാത്രിയും അവിടുന്ന് തന്നെ. എല്ലാം അമ്മ തന്നെ. ത്വം സ്ത്രീസ്ത്വമീശ്വരീ ത്വം ഹ്രീസ്ത്വം ബുദ്ധിർബോധലക്ഷണേ ലജ്ജാ പുഷ്ടിസ്തഥാ തുഷ്ടിസ്ത്വം ശാന്തി ശാന്തിരേവച. എന്നാൽ ശ്രീദേവിയും ഈശ്വരീ ദേവിയും അമ്മ തന്നെയാണ്. ശ്രീദേവിയും അമ്മ തന്നെ, ഈശ്വരീ ദേവിയും അമ്മ തന്നെ. സജ്ജനങ്ങളിൽ ഇരിക്കുന്ന ഹ്രീ, നമ്മുടെ നല്ല മനസ്സിനുടമയായിരിക്കുന്ന ആളുകളെല്ലാം അമ്മയുടെ നാമം ചൊല്ലുമ്പം ഹ്രീം ശ്രീം എന്നെല്ലാം ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കും. അപ്പോ സജ്ജനങ്ങളിലെല്ലാം അധർമ്മ ഭീരുത്വവും ഹ്രീ ശാസ്ത്രാർത്ഥ ധാരണ സാമർഥ്യമാകുന്ന ബുദ്ധിയും ദേവി തന്നെയാണ്. നമുക്കെല്ലാം നൽകുന്ന ബുദ്ധിയും അമ്മ തന്നെയാണ്. ചെയ്യരുതാത്തതിൽ നിന്ന് മനുഷ്യരെ പിന്മാറ്റുന്ന, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അയ്യോ ഇത് ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്ന ഒരു മനസ്ഥിതി വരും നമുക്കല്ലേ. ഒരാളോട് നമ്മളിങ്ങനെ പറയരുത് എന്ന് തോന്നിപ്പിക്കുന്ന ആ ലജ്ജാശക്തി, നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ലജ്ജാശക്തി. ഞാൻ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല, ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കാൻ പാടില്ല എന്ന് തോന്നിക്കുന്ന ലജ്ജാശക്തിയും അമ്മ തന്നെയാണ്.
സമ്പദ് സമൃദ്ധി രൂപേണയുള്ള പുഷ്ടിശക്തിയും കിട്ടിയതുകൊണ്ട് സന്തോഷിക്കുന്ന തുഷ്ടിശക്തിയും അമ്മ തന്നെയാണ്. സമ്പത്ത് അമ്മ തന്നെയാണ്, ആരോഗ്യം അമ്മ തന്നെയാണ്, നമുക്ക് അത് അനുഭവിക്കാനുള്ള സുഖം നൽകുന്ന സമയം അമ്മ തന്നെയാണ്. ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാക്കുന്ന ശാന്തി ശക്തി, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയെല്ലാം ഒരുപാട് ആഗ്രഹങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശാന്തി നൽകുന്ന ആ ശക്തിയും അമ്മ തന്നെയാണ്. പ്രകോപനങ്ങൾ ഉണ്ടായാലും ക്ഷോഭിക്കാത്ത ശാന്തി ശക്തിയും അമ്മ തന്നെ. ഇപ്പൊ രണ്ടുപേര് തമ്മിൽ വഴക്കിടുകയാണെങ്കിൽ രണ്ടുപേരും നിന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ അത് വലിയ ബഹളാവും അല്ലെ, വലിയ പ്രശ്നങ്ങളാവും. അതേസമയം ഒരാൾ ചിന്തിക്കുകയാണ്, എന്തിനാ വെറുതെ അടി ഉണ്ടാക്കുന്നത്, എന്തിനാ പൊരുതണത്, മിണ്ടാതിരിക്കാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ശാന്ത മനസ്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ശാന്ത ശക്തിയും അമ്മ തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണമെങ്കിൽ ആ മനസ്ഥിതിയും അമ്മ തന്നെയാണ്. ഗഡ്ഗിനി ശൂലിനി ഘോര ഗദിനി ചക്രിണി തഥ ശങ്കിനി ചാപിനി ബാണ ശുഭണ്ടി പരിഘായുധ നിൻ തിരുവടി. അതായത് അമ്മ വാള്, ശിരസ്, ശൂലം, അമ്മയുടെ കയ്യിൽ വാളുണ്ട്, ശൂലുണ്ട്, തലയുണ്ട്, ഗദയുണ്ട്, ചക്രം, ശംഖ്, ചാപം, ബാണം, വടി, പരിക, ഇങ്ങനെ എല്ലാം അമ്മയുടെ കയ്യിലുണ്ട്. ഇതെല്ലാം അമ്മ ധരിച്ചു വെച്ചിരിക്കുകയാണ് കയ്യില്. സൗമ്യ സൗമ്യ തരാശേഷ സൗമ്യേഭ്യസ്തുതി സുന്ദരി പരാപരാണാം പരമ ദേവ പരമേശ്വരി എന്ന് വെച്ചാല് സൗമ്യമായിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും വെച്ചിട്ട് സൗമ്യാണ്, അതിസുന്ദരിയാണ്. അതായത് സമാധാനപരമായിരിക്കുന്ന സ്വഭാവമാണ് അമ്മയ്ക്ക്. അതേ അമ്മ തന്നെ ഭദ്രകാളിയും കാളരാത്രി ആവട്ടോ, അത് വേറെ കാര്യം. പക്ഷെ നല്ല ശാന്ത സ്വഭാവത്തിലാണെങ്കിൽ അമ്മ അതിശാന്ത സ്വരൂപിണിയാണ്. അതുപോലെ എല്ലാ വസ്തുക്കളിലും വെച്ചിട്ട് സൗമ്യമാണ്, അതിസുന്ദരിയാണ്. പരാപരമാരായിരിക്കുന്ന ത്രിമൂർത്തികൾ, ശക്തിമാന്മാരായിരിക്കുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായിരിക്കുന്ന ദേവന്മാർക്കും അപ്പുറം ഇരിക്കുന്ന പരമേശ്വരിയും അമ്മ തന്നെയാണ്. ത്രിമൂർത്തികൾക്കും മുകളിൽ ഇരിക്കുന്ന ശക്തി സ്വരൂപിണിയും അമ്മ തന്നെയാണ്. യച്ഛകിഞ്ചിത് ക്വചിസ്തസ്തു സദസ്സത്വാഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തി സാത്വം സ്ത്വേതേമയ. ലോകത്തിലുള്ള നല്ല രൂപമോ ചീത്ത രൂപമോ ആയ എല്ലാ വസ്തുക്കളിലുമുള്ള ശക്തി അമ്മ തന്നെയാണ്. അങ്ങനെയുള്ള ദേവിയെ ഞാൻ എങ്ങനെ സ്തുതിക്കും? ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്. എന്റെ വാക്കുകൾക്കും എന്റെ അറിവിനും അപ്പുറമാണ് അമ്മ ഇരിക്കുന്നത്. ത്രിമൂർത്തികൾക്കും മുകളിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മ എല്ലാത്തിലുമുണ്ട്, അമ്മ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇത്രയും ഒരു വലിയ സത്യമായിരിക്കുന്ന ആദി പരാശക്തിയെ ഞാൻ എങ്ങനെ സ്തുതിക്കുമെന്ന് ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്. യയാ ത്വയാ ജഗത് സൃഷ്ട ജഗത്പാദാദിയോ ജഗത് സോബി നിദ്രാവശം നീതകസ്ത്വാം സ്തോതുമിഹേശ്വര. ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരകാരകനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ പോലും അല്ലെ, ജഗത്ത് നിലനിർത്തുന്ന ഈ മഹാവിഷ്ണുവിനെ പോലും ദേവി എന്തു ചെയ്തു? യോഗനിദ്രയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. ആ ഭഗവാനെ പോലും അമ്മ നിദ്രയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു. അങ്ങനെയുള്ള ദേവിയെ സ്തുതിക്കാൻ ആർക്കാണ് ശക്തി ഉണ്ടാവുക? ജഗത്പതിയായിരിക്കുന്ന വിഷ്ണുവിനെ പോലും അമ്മ നിദ്രയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ആ വിഷ്ണുവിനെ പോലും നിദ്രയിലേക്ക് കൊണ്ടുപോയ അമ്മയുടെ ശക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ അമ്മയെ ആരെ കൊണ്ടാണ് സ്തുതിക്കാൻ പറ്റുക? ആർക്കാണ് അതിലുള്ള അറിവും ശക്തിയും ഉണ്ടാവുന്നത്? വിഷ്ണു ശരീര ഗ്രഹണ മഹീശാന ഏവച കാരിസ്താദേയധോതസ്ത്വാം കസ്തോതും ശക്തിമാൻ ഭവേത്. വിഷ്ണുവും ഞാനും, അതായത് വിഷ്ണുവും ബ്രഹ്മദേവനും രുദ്രനും, അതായത് രുദ്രൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ, രുദ്രനും ദേവിയാൽ ശരീരഗ്രഹണം ചെയ്യപ്പെട്ടു. ദേവിയിൽ നിന്ന് തന്നെയാണ് ഈ 3 പേരും ത്രിമൂർത്തികളും വന്നിരിക്കുന്നത്. ആ ദേവിയെ സ്തുതിക്കാൻ ആർക്കാണ് ശക്തിയുള്ളത്? ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്. സാ ത്വമിത്വം പ്രഭാവൈ സ്വൈര്യ ദാരുർദേവി സംസ്തുത മോഹൈതദി ദുരാദർശ വസുരാ മധുകൈഡഭൗ. അതായത് ഇപ്രകാരം ഉത്കൃഷ്ടമായിരിക്കുന്ന മഹാത്മ്യങ്ങളാൽ സ്തുതിക്കപ്പെട്ടവളായിരിക്കുന്ന അല്ലയോ ദേവി എന്താ ചെയ്യുന്നത്? അവിടുന്ന് അമർഷണീയമായിരിക്കുന്ന ഈ മധുകൈടഭന്മാരെ, ഈ 2 അസുരന്മാരെയും അമ്മ മോഹിപ്പിക്കുന്നു എന്നാ പറയുന്നത്. വേഗം ബ്രഹ്മദേവൻ പറയണം, ഇങ്ങനെയുള്ള മഹാശക്തിയായിരിക്കുന്ന ആദിപരാശക്തിയായിരിക്കുന്ന ഭഗവതി എന്നെ വധിക്കാൻ വന്ന ഈ മധുകൈടഭന്മാരെന്ന് പറയുന്ന അസുരന്മാരെ കൂടി അമ്മ മോഹിപ്പിക്കൂ എന്ന് പറഞ്ഞു. പ്രബോധം ജഗത് സ്വാമി നിയതാമോച്യതേ ഗഗു ബോധം ചക്രിയാ താമസ്യ ഹന്തുമേധൗ മഹാസുര. എന്ന് വെച്ചാൽ യോഗനിദ്രയിലിരിക്കുന്ന ജഗത് സ്വാമിയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ വേഗത്തിൽ ഉണർത്തൂ. ബ്രഹ്മദേവൻ പറയാണ്, യോഗനിദ്രയിലേക്ക് പോയ ഈ ജഗത്തിന്റെ സ്വാമിയായിരിക്കുന്ന ഈ വിഷ്ണുവിനെ വേഗം ഉണർത്തൂ. ഈ 2 അസുരന്മാരെയും കൊല്ലാൻ വേണ്ടി വിഷ്ണുവിന്റെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടാക്കൂ അമ്മേ എന്ന് പറയുകയാണ് ബ്രഹ്മദേവൻ.
വിഷ്ണുവിനെ വേഗം യോഗനിദ്രയിൽ നിന്ന് ഉണർത്തിയിട്ട് വിഷ്ണുവിനോട് പറയൂ, ഒരു മനസ്സിൽ തോന്നിപ്പിക്കൂ, ഈ പറയുന്ന മധുകൈടബന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട്. വിഷ്ണുവിന്റെ ചെവിയിൽ നിന്നാണ് ഈ രണ്ട് അസുരന്മാർ വന്നത്. അവരെ കൊല്ലാനുള്ള ഒരു ചിന്ത വിഷ്ണുവിന്റെ ഉള്ളിൽ ഉണ്ടാക്കൂ എന്ന് ബ്രഹ്മദേവൻ ദേവിയോട് ചോദിക്കുകയാണ്. ഋഷിരുവാച, ഋഷി പറഞ്ഞു, ഏവം സ്തുതാ തഥാ ദേവി താമസി തത്ര വേദസ്സ വിഷ്ണോർ പ്രബോധനാർത്ഥായ നിഹന്തും മധുകൈടബോ നേത്രാസ്യ നാസിക ബാഹു ഹൃദയേഭ്യാസ്തദോരസ നിർഗമ്യ ദർശനേസ്തദൗ ബ്രാഹ്മണോ വ്യക്തി ജന്മന. എന്ന് വെച്ചാല് ഇപ്രകാരം വിഷ്ണുവിനെ ഉണർത്തുവാനും മധുകൈടവന്മാരായിരിക്കുന്ന അസുരന്മാരെ കൊല്ലുവാനും വേണ്ടി ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ട തമോ ഗുണ രൂപമായിരിക്കുന്ന ദേവി വിഷ്ണുവിന്റെ കണ്ണ്, മൂക്ക്, മുഖം, കൈ, ഹൃദയം, മാറിടം എന്നിവയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. അല്ലെ, നമുക്ക് ഉറക്കം വന്നാൽ നമ്മുടെ ശരീരം മുഴുവൻ തളർന്നു പോകും, നമ്മുടെ കണ്ണുകൾ അടഞ്ഞു പോകും. അതായത് നിദ്രാദേവി നമ്മുടെ ശരീരത്തിൽ മുഴുവൻ അങ്ങ് ലയിക്കുന്ന പറയണത്. അങ്ങനെ ബ്രഹ്മദേവൻ ദേവിയെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ ദേവി എന്തു ചെയ്തു? വിഷ്ണുവിന്റെ കണ്ണ്, മൂക്ക്, മുഖം, കയ്യ്, ഹൃദയം, മാറിടം എന്നിവയിൽ നിന്ന് ഇങ്ങടെ എഴുന്നേറ്റ് വന്നു ദേവി. എന്നിട്ടോ ബ്രഹ്മാവിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ദേവി. ഉദസ്തൗ ച ജഗസ്തസ്തയാ മുക്താ ജനാർദ്ദന ഏകർണേവ ഹിഷയാനത്തഥാ സദൃശ്യതേ ചതൗ മധുകൈടവ ദുരാത്മാന വതി വീര്യപരാക്രമൗ ക്രോധാരക്ഷേക്ഷണൗ ഹന്തും ബ്രാഹ്മണം ജനിതോദ്യമൗ. എന്ന് വെച്ചാൽ ദേവിയാൽ മുക്തനായി ദേവി വിഷ്ണു ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വന്നു. അല്ലെ, അപ്പൊ നിദ്രാദേവി പുറത്തു വന്നപ്പോ വിഷ്ണു ഉണർന്നു. എന്നിട്ടോ മുക്തനായിരിക്കുന്ന മഹാവിഷ്ണു ഏക സമുദ്രത്തിൽ അനന്തശയനത്തിൽ എഴുന്നേറ്റ് നിന്നു. ലോകം മുഴുവൻ വെള്ളത്തിലാണ്. കാരണം എന്താ? പ്രളയം വന്നിരിക്കുകയാണ്. അപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? ദേവി പുറത്തേക്ക് വന്നപ്പോ, വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ഭഗവാൻ ഉണർന്നു. എന്നിട്ടോ സമുദ്രത്തില് അനന്തശയനത്തിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ടോ വളരെ പരാക്രമശാലിയായിരിക്കുന്ന ദുരാത്മാക്കളും കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയവരും ബ്രഹ്മാവിനെ കൊല്ലാൻ വന്നിരിക്കുന്നതുമായിരിക്കുന്ന മധുകൈടബന്മാരെ വിഷ്ണു കണ്ടു. ഭഗവാൻ എഴുന്നേറ്റ് ആ അനന്തശയനത്തിൽ അങ്ങോട്ട് നിന്നപ്പോ ഭഗവാന്റെ കണ്ണിൽ കാണുന്നത് എന്താ? ദുഷ്ടന്മാരായിരിക്കുന്ന മധുകൈടബന്മാരെ. അവര് ബ്രഹ്മദേവനെ വധിക്കാൻ നോട്ടമിട്ടിരിക്കുകയാണ്, കൊല്ലാൻ നോട്ടമിട്ടിരിക്കുകയാണ്. അവരെ ആര് കണ്ടു? വിഷ്ണു ഭഗവാൻ കണ്ടു. സമുദ്ധായ തത്താമ്യാം യുതേ ഭഗവാൻ ഹരി പഞ്ചവർഷ സഹസ്രാണി ബാഹു പ്രഹരണേ വിഭു. പിന്നെ ഭഗവാൻ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? ആ അസുരന്മാരുമായിട്ട് 5000 വർഷത്തോളം യുദ്ധം ചെയ്യാണ്. അസുരന്മാരോട് ഭഗവാൻ എഴുന്നേറ്റ് 5000 വർഷം മധുകൈടബന്മാരോട് യുദ്ധം ചെയ്ത്, ബാഹുയുദ്ധം ചെയ്തു എന്നാ പറയണത്. അതായത് കൈകൊണ്ടും എല്ലാം ഭഗവാൻ യുദ്ധം ചെയ്തു. താവപ്യതി ബലോത്തമത്തൗ മഹാമായാ വിമോഹിതൗ ഉക്തവന്തൗ സരോ വരോസ്മോത്ത വ്യതാമിതി കേശവം. അതിസാമർത്ഥ്യം കൊണ്ട് ഈ അസുരന്മാര്, അതിസാമർത്ഥ്യമാണ് ഈ അസുരന്മാർക്ക്. അവർക്കൊരു ലഹരി പിടിച്ച പോലെയാണ്. ആ അസുരന്മാര് മഹാമായയെ കൊണ്ട്, മഹാമായ എന്ത് ചെയ്ത്? മോഹിപ്പിച്ചു അവരെ. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ ജനിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം മായ പിടിച്ചിരിക്കുകയാണെന്നുള്ളത്. അപ്പൊ ഈ അസുരന്മാരെ ദേവി അങ്ങോട്ട് മോഹിപ്പിച്ചപ്പോ ഈ അസുരന്മാർ എന്ത് ചെയ്ത്? ഭഗവാനോട് പറയാണ്, മഹാവിഷ്ണുവിനോട് പറയാണ്, ആ കുറെ നാളായില്ലേ യുദ്ധം ചെയ്യണ്, എന്തെങ്കിലും ഒരു വരം ഞങ്ങളോട് ചോദിച്ചോന്ന്. ആരോട്? ജഗത്പതിയായിരിക്കുന്ന മഹാവിഷ്ണുവിനോട് അസുരന്മാര് പറഞ്ഞു, ഒരു വരം ഇങ്ങ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. സാധാരണ ദേവന്മാരാണ് ഇവർക്ക് വരം കൊടുക്കുക. പക്ഷെ ഇവിടെ മധുകൈടബൻ എന്ന് പറയുന്ന അസുരൻ മഹാവിഷ്ണുവിനോട് പറയണം വരം ചോദിക്കാൻ. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറഞ്ഞു, ഭവേതാമ്യന്തമേ തുഷ്ടമോ ഭവദ്യോ ഭാവവി കിമ്മേനനെ വരണാത്രേ ഏതാവതി വൃഥാമയ. ഭഗവാൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് എന്നിൽ അത്രത്തോളം തൃപ്തിയുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എന്റെ കൈകൊണ്ട് മരിക്കണം. ഇതാണ് എനിക്ക് വേണ്ട വരം. വേറെ വരമൊന്നും എനിക്ക് കിട്ടിയിട്ട് പ്രയോജനമില്ലാന്ന്. ആരാ മോനും നോക്കണേ? ഗുരുവായൂരപ്പൻ ഏത് രീതിയിലും ആരെയും പൂട്ടും. അതാണ് ഭഗവാന്റെ രീതി. അപ്പൊ ആ ഭഗവാനോട് വരം ചോദിച്ചോളാൻ പറഞ്ഞപ്പോ ഭഗവാൻ ഒരു വരം ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് എന്നോട് അത്രയ്ക്ക് എന്റെ കാര്യത്തിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ മധുകൈടബന്മാർ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ വധിക്കുന്നത് ഞാനായിരിക്കണം. ഈ വരം മാത്രം മതി, എന്റെ കൈ കൊണ്ട് നിങ്ങൾ മരിക്കണം. ഇതാണ് എനിക്ക് കിട്ടേണ്ട വരം, വേറെ വരമൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഋഷിരുവാച വഞ്ചിതാഭ്യാമിതി തഥാ സർവമേഭയാം ജഗത് വില്ലോകേതാഭ്യം ഗതിതോ ഭഗവാൻ കമലേക്ഷണ ആവാം ജഹിന യത്തോർവി സലിലേന പരിപ്ലത. ഇതുപോലെ അവർ വഞ്ചിക്കപ്പെട്ടു. അല്ലെ, ഭഗവാൻ ഈ ചോദ്യം ചോദിച്ചപ്പോ മധുകൈടബന്മാര് വഞ്ചിക്കപ്പെട്ടു. അവരെ കൊല്ലാനുള്ള വരാണ് ഭഗവാൻ ചോദിച്ചിരിക്കുന്നത്. ജഗത്ത് മുഴുവൻ വെള്ളത്തിൽ ആഴ്ന്നിരിക്കുകയാണ്. മുഴുവൻ വെള്ളമാണ്, ഈ ലോകം മുഴുവൻ വെള്ളം. കാരണം എന്താ? പ്രളയമാണ്. അല്ലെ, ആ പ്രളയം ഈ ലോകം മുഴുവൻ വെള്ളത്തിലായപ്പോ ഇവരെന്ത് ചെയ്തു?
ഈ മധുകൈടവന്മാർക്ക് മനസ്സിലായി, ഓ ഇവൻ ഞങ്ങളെ കൊല്ലാനുള്ള വരാ ചോദിച്ചിരിക്കണത്. ശരി, ഇപ്പൊ വരം കൊടുക്കാതിരിക്കാനും പറ്റൂലല്ലോ. അപ്പോ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കൊന്നു എന്ന് പറഞ്ഞു. ഈ ലോകം മുഴുവൻ വെള്ളത്തിലിരിക്കുകയാണ്. അപ്പൊ ഇവര് പറയാണ് ഭഗവാനോട്, ആയിക്കോട്ടെ നീ ഞങ്ങളെ കൊന്നോ, പക്ഷെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് തങ്ങളെ കൊല്ലാൻ വിഷ്ണുവിന് സാധിക്കില്ല എന്നാണ് അവര് വിചാരിച്ചത്. കാരണം ലോകം മുഴുവൻ വെള്ളത്തിലാവുമ്പോ വെള്ളം ഇല്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥലം ഇല്ലല്ലോ. അപ്പൊ ഇവരെ കൊല്ലാൻ പറ്റില്ല എന്നാണ് ആര് ചിന്തിക്കുന്നത്? മധുകൈടവന്മാര് ചിന്തിക്കുന്നത്. ഋഷിരുവാച തദേത്യാപ്തുക്ത ഭഗവതാ ശംഖചക്രാഗതാഭൃത കൃത്വാ ചക്രേണ വൈച്ചിന്യോ ജഗനേ ശിരസീത്തയ എന്ന് വെച്ചാല് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ശംഖചക്ര ഗദാധാരിയായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു തന്റെ ജഗനപ്രദേശത്ത് വെച്ചിട്ട് എന്താ ഉണ്ടായത്? പ്രളയകാലത്ത് എന്നല്ല, ഏത് സമയത്തും പ്രളയം വന്ന് മൂടിയാലും ഭഗവാന്റെ അരയ്ക്ക് താഴെ മാത്രമേ വെള്ളം ഉണ്ടാവൂ, ഭഗവാന്റെ മുകളിലോട്ട് വെള്ളം വരില്ല. അപ്പോ എന്താ ഉണ്ടായത്? മധുകൈടവന്മാര് പറഞ്ഞു, ശരി നീ തന്നെ ഞങ്ങളെ വധിച്ചോളൂ, പക്ഷെ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ എന്തായി? ശംഖചക്രാഗദാധാരിയായിരിക്കുന്ന ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന്റെ ജഗനപ്രദേശത്ത് വെച്ചിട്ട് മധുകൈടവന്മാരുടെ തല ചക്രം കൊണ്ട്, സുദർശന ചക്രം കൊണ്ട് അറുത്ത് കളഞ്ഞു ഭഗവാൻ. കാരണം എന്താ? പ്രളയകാലത്ത് പോലും ഭഗവാന്റെ വിഷ്ണുവിന്റെ അരയ്ക്ക് താഴെ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വിഷ്ണുവിന്റെ ജഗനം, അരക്കെട്ടിന്റെ മുൻഭാഗം ജലാവൃതമല്ലാതിരുന്നത്. ഭഗവാന്റെ മുൻഭാഗത്തിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്തു? അവിടെ വെച്ചിട്ട് ഭഗവാൻ ഇവരെ കൊന്നു കളഞ്ഞു, ചക്രം കൊണ്ട് വധിച്ചു കളഞ്ഞു എന്നാ പറയുന്നത്. ഏവമേഷ സമുത്പന്ന ബ്രാഹ്മണ സംസ്തുതാം സ്വയം പ്രഭാവമസ്യ ദേവ്യാസ്തു ഭൂയ ശൃണുവദാതിദേ. ഇപ്രകാരം ബ്രഹ്മദേവനാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ടാണ് ദേവി ഉൽപ്പന്നയായത്. അപ്പൊ ബ്രഹ്മദേവൻ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി മധുകൈടവന്മാരിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഭഗവാന്റെ യോഗനിദ്രയെ പുറത്തു കൊണ്ടുവരാൻ പ്രാർത്ഥിച്ചിട്ടാണ് ദേവി അവതരിച്ചിരിക്കുന്നത്. ആ ദേവിയുടെ പ്രഭാവങ്ങൾ നമുക്ക് ഇനിയും നമുക്ക് എന്താ പറയാ, ഒരുപാട് അധ്യായങ്ങളിലൂടെ ദേവി മഹാത്മ്യത്തിലേക്ക് നമുക്ക് പഠിക്കാം. ഇത് പ്രഥമ ചരിതത്തിൽ നമ്മൾ ദേവിയുടെ ഉത്പത്തിയെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത്. ഐം ഓം ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്നന്തിരേ ദേവി മഹാത്മ്യേ പ്രഥമ. അപ്പൊ ഇതാണ് ദേവി മഹാത്മ്യത്തിലെ പ്രഥമ ചരിതം. ഓക്കെ, അപ്പൊ ദേവിയുടെ ഉത്പത്തിയെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് മധ്യമ ചരിതം നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ദേവി മഹാത്മ്യം എല്ലാവരും വായിക്കുക. കവചം ആദ്യം വായിക്കണം. ആരാണോ ദേവി മഹാത്മ്യത്തിന്റെ കവചം സ്ഥിരമായി വായിക്കുന്നത് അവർക്ക് ദേവിയുടെ അനുഗ്രഹം ഉറപ്പായിട്ടുണ്ടാവും. നമ്മുടെ ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷ നേടാൻ അമ്മയുടെ അനുഗ്രഹം വേണം. കാരണം എന്താ? നമ്മളെ ഈ ലോകത്തിൽ നമ്മളെ നിലനിർത്തുന്നത്, നമുക്ക് ഈ ജീവിതത്തിലെ ആധ്യാത്മികമായ ജീവിതമല്ല, നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിലെ ഇഹലോകത്തിൽ നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നത് ആ ആദിപരാശക്തി തന്നെയാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആധ്യാത്മിക പുരോഗതിയാ തരാം. അപ്പൊ എല്ലാം എടുത്തിട്ട് ഭഗവാൻ പോകും. നിനക്ക് ഒന്നും വേണ്ട, ഒന്നുമില്ലാതെ നീ ഒരു നല്ല ഭക്തനായി എൻ്റെ തൃപാധാര വിന്ദങ്ങളിൽ, അതായത് ഭഗവാന്റെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഭഗവാന്റെ പാതാര വിന്ദങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഭഗവാൻ നമുക്ക് ഐശ്വര്യം തരും. പക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യവും വേണം, സമൃദ്ധിയും വേണം, നമുക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും വേണം അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ ദേവിയെയും ആരാധിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ആ ആദിപരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും കവചം ചൊല്ലുക, അർഗളം കീലകം എല്ലാം ചൊല്ലുക, ദേവി മഹാത്മ്യം എപ്പോഴും പാരായണം ചെയ്യുക. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷ്യൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്.